തപശ്ചര്യ ഏതൊക്കെ തരത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 14-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ തപശ്ചര്യ ശാരീരികമായിട്ടുള്ള തപശ്ചര്യ, 15-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വജസ് കൊണ്ടുള്ള തപശ്ചര്യ എന്താണെന്ന് പറഞ്ഞു. ഇനി മനസ്സ് കൊണ്ടുള്ള തപശ്ചര്യ എന്താണെന്നാണ് 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ ഇത് മൂന്നും ചേർന്നിട്ട് ശരീരം, വചസ്, മനസ്സ്, ഇത് മൂന്നും ചേർന്നിട്ട് 3 ഗുണങ്ങളിലായിട്ടുള്ള തപശ്ചര്യ എങ്ങനെയായിരിക്കും എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിലും പറയുന്നുണ്ട്. നമ്മൾ 16-ാമത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാനസികമായിട്ടുള്ള തപശ്ചര്യ, നമ്മൾ മനസ്സുകൊണ്ട് എങ്ങനെയായിരിക്കണം. ഇപ്പൊ ഇന്ന് നമുക്ക് ഏകാദശിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഏകാദശി വ്രതം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഒരു തപശ്ചര്യയാണ് നമ്മൾ ചെയ്യുന്നത്, ഏകാദശി വ്രതം എന്ന് പറയുന്നത്. അപ്പോൾ ഏകാദശി വ്രതത്തിന്റെ സമയത്ത് മനസ്സുകൊണ്ട് എങ്ങനെ തപശ്ചര്യ ചെയ്യണം, ശരീരം കൊണ്ട് എങ്ങനെ ചെയ്യണം, നമ്മുടെ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം, ഈ 3 ശ്ലോകങ്ങളിലൂടെ നമുക്കത് ഈ 14, 15, 16 അതുപോലെ 17, 18, 19 അതുവരെ തമോ ഗുണം വരേക്കും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ പറയുന്നത് മനഃപ്രസാദ, 3, 4, 5 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് മനസ്സിന്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട്. 1 പ്രസാദ, 2 സൗമ്യത്വം, 3 മൗനം, 4 ആത്മവിനിഗ്രഹ, 5 ഭാവ സംശുദ്ധി. ഇത്ര കാര്യങ്ങൾ നമ്മൾ ശീലിക്കണം. മനസ്സുകൊണ്ട് തപശ്ചര്യ എന്ന് പറയുന്നത്, മനസ്സുകൊണ്ടുള്ള തപശ്ചര്യ, അത് ഏറ്റവും നന്നായി ചെയ്യണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സംതൃപ്തമായിട്ടിരിക്കുക, പ്രസാദ എന്ന് പറഞ്ഞാല് സംതൃപ്തിയോടെ ഇരിക്കുക, മനസ്സിനെ സംതൃപ്തമാക്കുക. ഇനി മനസ്സിനെ സിമ്പിൾ ആക്കി വെക്കുക, സൗമ്യമായിട്ട് വെക്കുക. അടുത്തത് മൗനമാക്കി വെക്കുക. പിന്നീട് ആത്മസംയമനം, സ്വഭാവശുദ്ധി. അപ്പൊ ഇതില് ഒന്ന് സംതൃപ്തി എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് നമുക്ക് ഒരിക്കലും മനസ്സിനെ സംതൃപ്തിപ്പെടുത്താനായിട്ട് കഴിയില്ല, അല്ലെ? അത് നമ്മൾ പലപ്പോഴും പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏത് വഴിക്ക് പോകുന്നോ അവിടെ എല്ലാം മനസ്സ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ട് പോകും എന്ന് പറയുന്നു. മനസ്സാണ് ഇന്ദ്രിയങ്ങളുടെ നാഥൻ. അപ്പോൾ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾ ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും അതെല്ലാം വേണം എന്നുള്ള ഒരു തോന്നല്, ആ കിട്ടുന്നതിലൊന്നും മനസ്സ് സംതൃപ്തി അടയുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകും. എവിടെ നിന്ന് എന്തെല്ലാം കേൾക്കുന്നു, ആ സ്ഥലത്ത് എന്തെല്ലാമോ ഓഫർ ഉണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരെ ആയാലും ശരി, എത്ര സമയമില്ലെങ്കിലും ശരി, അവിടെ പോയി അത് വാങ്ങണം എന്നുള്ള ഒരു വാഞ്ച നമുക്ക് മനസ്സിലുണ്ടാവും, അല്ലെ? അപ്പൊ അത് പിന്നീട് നടക്കാതെ വരും. അത് കാമത്തിലേക്കും ക്രോധത്തിലേക്കും ഒക്കെ വഴിതെളിക്കാം. അപ്പൊ അങ്ങനെ ഏത് കാര്യമായാലും, ഇപ്പൊ കുട്ടികളെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഈ സൂപ്പർ മാർക്കറ്റിൽ അവർ ഓരോ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ഏറ്റവും താഴത്തെ തട്ടിൽ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഒക്കെ അടുക്കി വെക്കും. എന്തിനാണ്? കുട്ടികൾക്ക് പൊക്കം കുറവായിരിക്കും, അപ്പൊ അവർക്ക് ഏറ്റവും മുകളിൽ വലിഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ നേത്രങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആ ഒരു ഹൈറ്റിലായിരിക്കും അവർ ചോക്ലേറ്റ് ഒക്കെ വെക്കുക. അപ്പൊ കുട്ടികൾ ആദ്യം ചെന്ന് അത് തന്നെ എടുക്കും, അവർക്കത് വേണം. പക്ഷെ ഏറ്റവും ടോപ്പിലാണ് വെക്കുന്നതെങ്കിൽ കുട്ടി ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, കുട്ടിക്ക് അത് വേണമെന്ന് തോന്നില്ല. കണ്ടു കഴിയുമ്പോഴാണ് കൂടുതലായിട്ട്. അപ്പൊ നമ്മുടെ കാഴ്ച, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അല്ലെ, കണ്ണുകള്, കേൾവി, നമ്മുടെ കർണങ്ങള് ഒക്കെ നമ്മളെ ഇതിലേക്ക് എല്ലാം വലിച്ചഴയ്ക്കും. അപ്പൊ ഇത് കിട്ടിയില്ല എന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു സംതൃപ്തി ഇല്ലാതെയാവും. അല്ലെങ്കിൽ ഒന്ന് കിട്ടിയാൽ അത് പോരാ, അതിലും കൂടിയത് തന്നെ വേണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളും. അപ്പൊ ആ മനസ്സ് നമ്മളെ എന്തിലേക്ക്? അസംതൃപ്തിയിലേക്ക് വലിച്ചഴയ്ക്കും. അപ്പൊ നമ്മൾ മനസ്സ് കൊണ്ട് എന്തായിരിക്കണം? പ്രസാദമുള്ളവരാവണം. അതുപോലെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ പറയും, അവരെ പ്രസാദിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു തരത്തിലും പ്രസാദിക്കൂല, അല്ലെ എന്ന് പറയും. അപ്പൊ ചിലര് കൈക്കൂലിക്കാരാണെങ്കിൽ എത്ര കൊടുത്താലും മയക്കുമതിയാവില്ല, അയാൾ തിമിംഗലത്തിനെ പോലെ എത്ര കിട്ടിയാലും ഇനിയും കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ടിരിക്കും അങ്ങനെ പറയാറുണ്ട്. അപ്പൊ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്വയം പ്രസാദിക്കാൻ കഴിയുന്നില്ല, സ്വയം സംതൃപ്തി അടയാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവരെ സംതൃപ്തരാക്കാൻ കഴിയോ? മനുഷ്യരെ സംതൃപ്തരാക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. മനുഷ്യരുടെ മനസ്സിലെ ചിന്തകളെ വ്യതിചലിപ്പിച്ച് വിടാൻ മനുഷ്യർക്ക് കഴിയില്ല. പക്ഷെ കഴിയുന്ന ഒരു ശക്തി ഉണ്ട്, അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. യത്തുഷ്ടം ജഗത്തുഷ്ടം. ഭഗവാനെ സംതൃപ്തനാക്കിയാൽ, ഭഗവാനെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും തന്നെ നമ്മളിലേക്ക് പ്രസാദിക്കും, നമ്മളിലേക്ക് സംതൃപ്തി ഉള്ളവരായി
മാറുകയും ചെയ്യും. അതുപോലെ മനസ്സിനെ സിമ്പിൾ ആക്കി വെക്കുക. നമുക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ഒരു വാഞ്ച നമുക്ക് കൂടി വരും, അല്ലെ? പല കാര്യങ്ങളിലും മനസ്സിന്റെ സൗമ്യത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലെല്ലാം നമ്മൾ മനസ്സിനെ സൗമ്യമാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൗനം. മൗനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മൗനം വ്രതത്തിലായിരിക്കുക എന്നതല്ല. മൗനം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് സംസാരിക്കുക. ഏതൊരു സമയത്തും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ കഥകൾ പറയുക. അതാണ് മൗനം. നമുക്ക് 12ാമത്തെ അധ്യായത്തിലെ ഭക്തിയോഗത്തില് 19ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. തുല്യനിന്ദ സ്തുതിർ മൗനി സന്തുഷ്ടോ ഏന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോനര. അവിടെ ആ ശ്ലോകത്തിലും അവിടെ മൗനി എന്നുള്ളത് പറയുന്നുണ്ട്. അവിടെയും മനസ്സിന്റെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്തന്മാര് ഏതെല്ലാം ഗുണവിശേഷങ്ങളുള്ളവരായിരിക്കണം, സ്വഭാവ വിശേഷങ്ങളുള്ളവരായിരിക്കണം എന്നാണ് അവിടെ കുറെ ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഭക്തിമാൻമേ പ്രിയോ നരഹ. എനിക്ക് അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഭക്തിയും ആ ഭക്തന്മാരെയും എനിക്ക് ഏറ്റവും പ്രിയമാണ് എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അവിടെയും മൗനി എന്ന് പറയുന്നുണ്ട്. ഈ മൗനി എന്നതും അതുപോലെ ദ്വന്ദ്ങ്ങളെല്ലാം ഒരേപോലെ കാണുകയും ചെയ്യുന്ന ഭക്തന്മാരെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ്. അവിടെ മൗനി എന്ന് പറയുന്നതും ഏത് തന്നെയാണ്. ഭഗവാന്റെ ശാസ്ത്രങ്ങൾ വായിക്കുക, ശാസ്ത്രങ്ങളെ കുറിച്ച് സംസാരിക്കുക. ഇന്നലെ നമ്മൾ പ്രജൽപ്പയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, അല്ലെ? പ്രജൽപ്പയൊക്കെ സംസാരിക്കാതെ 2 പേർ സംസാരിക്കുമ്പോൾ മൂന്നാമതൊരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. അങ്ങനെയുള്ള പ്രജൽപ്പകളൊക്കെ ഒഴിവാക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ സംസാരത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും നമ്മൾ മൗനം പാലിക്കുക, ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് അവിടെ മൗനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആത്മവിനിഗ്രഹ. ആത്മവിനിഗ്രഹ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വയം കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുക. നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുക. പല സിറ്റുവേഷൻസിലും നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെ? നമ്മൾ സാധാരണ മനുഷ്യരാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം എങ്ങനെ ചെയ്യണം? നമ്മളിതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. പരിശീലിച്ച് വേണം നമ്മൾ അതിന്റെ ഉന്നതിയിലേക്ക് എത്താനായിട്ട്. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യുക. പല കാര്യങ്ങളിലും എന്തെങ്കിലും വാങ്ങണം എന്ന് തോന്നുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ വാങ്ങിക്കൂട്ടുക. ചിലരുണ്ട് കാണുന്ന എല്ലാം വാങ്ങും, അതും വേണം ഇതും വേണം എല്ലാം വേണം. എത്ര കണ്ടാലും മതിയാവില്ല, എത്ര കിട്ടിയാലും മതിയാവില്ല. വീട്ടിൽ കൊണ്ടുവന്നിട്ട് എവിടെ വെക്കണം, എന്തിനു ഉപയോഗിക്കണം എന്നറിയില്ല. പക്ഷെ അതിന്റെ ഭംഗി കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചു, ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതുവഴി നമ്മുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റും താളം തെറ്റും, അല്ലെ? വരവിൽ കവിഞ്ഞ് നമ്മളെ ചെലവാക്കും. അങ്ങനെ ഒരു സ്വഭാവം വരും. അത് നമ്മുടെ ജീവിതത്തിന്റെ താളത്തിന് താളം തെറ്റാനുള്ള ഒരു ഇത് വരും. എപ്പോഴെങ്കിലും നമുക്ക് ആപത്ത് കാലത്ത് അതൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ ഉപകരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് അതിനെ കുറച്ച് വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കുറെയൊക്കെ നമ്മൾ കരുതി വെക്കുക. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത ചെലവുകള് അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കണ്ണിൽ കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടുക. അപ്പൊ നമ്മുടെ സെൽഫ് കൺട്രോൾ അതിലെല്ലാം വരും. ആത്മവിനിഗ്രഹ അതിൽ വരും. നമുക്ക് കുറേ നമ്മുടെ സെൻസസിനെ നമ്മൾ എടുക്കുക. അപ്പൊ മാറ്റി വെക്കുക എന്ന് വെച്ചാൽ കുട്ടികൾ ചോക്ലേറ്റ് കണ്ടു കഴിഞ്ഞാലായിരിക്കും അത് ഓർക്കാതിരിക്കുന്ന കുട്ടി ആ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ചോക്ലേറ്റ് കാണുമ്പോഴാണ് അമ്മ എനിക്കത് വേണം എന്ന് പറയാം, അല്ലെങ്കിൽ ടോയ്സ് കാണുമ്പോഴാണ് എനിക്കത് വേണം എന്ന് പറയാം. അവർ കണ്ടില്ലെങ്കിലോ അവർ ചിലപ്പോൾ അതേക്കുറിച്ച് ഓർക്കില്ല, അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മളും. പുതിയതൊന്ന് ഒരു സാരി കാണുമ്പോൾ ഭംഗിയുണ്ടെന്ന് തോന്നുമ്പോൾ എന്നാൽ അത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അതിന്റെ വില കേൾക്കുമ്പോൾ ചിലപ്പോൾ അയ്യോ 1000 അയ്യോ അത്രയും വേണ്ട എന്ന് വെച്ച് ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മളെ സ്വയം കൺട്രോൾ ചെയ്യും, അല്ലെ? 500 എന്നാ പിന്നെ വാങ്ങിയേക്കാം. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തന്നെ പലതര വികാരങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ പിൻവലിക്കുക. അപ്പൊ മനസ്സിനെ പിൻവലിക്കണമെങ്കിൽ നമ്മുടെ ചെവികളെയും നമ്മുടെ കണ്ണുകളെയും അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുറെ പിൻവലിക്കണം. എങ്ങനെ പിൻവലിക്കാൻ പറ്റും? നമ്മൾ നമ്മുടെ മനസ്സിനെ ഭഗവാന്റെ നാമങ്ങളിലേക്കും ഭഗവാന്റെ കഥകളിലേക്കും ആകർഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ സമയം ഇപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4 വരെ ക്ലാസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അയ്യോ മീറ്റിങ്ങിലും കയറണം, നമുക്ക് ക്ലാസ് ഉണ്ട്, നമ്മൾ ക്ലാസ്സിന് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ സത്സംഗിന് പോവാണ്. ഒരു സൺഡേ ദിവസം നമ്മൾ രാവിലെ സത്സംഗിനും പോയി ഒരു 2 മണി 3 മണി വരെ നമ്മൾ ആ സത്സംഗത്തിലായിരിക്കും. അതേസമയം നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോയാലോ, രണ്ടും ഡിഫറെന്റ് ആണ്, അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭഗവത് നാമങ്ങൾ കേൾക്കുന്നു, ഭഗവത് കഥകൾ കേൾക്കുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ ചോയ്സ് ആണ് അതൊക്കെ നമ്മളെ പരിശീലിക്കുന്ന നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമുക്ക് അങ്ങനെ പരിശീലിപ്പിച്ച് വഴിതിരിച്ചു വിടാനായിട്ട് കഴിയും. അതിലൂടെ നമുക്ക് വിരക്തമാകാൻ കഴിയും. ഇവിടെ ഭാവാർത്ഥത്തില് പ്രഭാതർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്,
ഇന്ദ്രിയ ഭോഗങ്ങളിലുള്ള വിരക്തിയാണ് മാനസികമായ തപസ്. അപ്പൊ ഇന്ദ്രിയമായിട്ടുള്ള ഭോഗങ്ങളാണ് ധാരാളമുള്ളത്. ഇതിൽ നിന്നെല്ലാം നമ്മൾ വിരക്തമാക്കി നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? മാനസികമായിട്ടുള്ള തപസ് എന്ന് പറയാം. അപ്പൊ അതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഭൗതികതയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ പറയും, ഓ നമ്മളെ കൊണ്ട് പറ്റുമോ, ഇതിൽ നിന്നൊക്കെ ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ജീവിക്കേണ്ടേ, ഇതൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമുക്ക് അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും മാനസികമായിട്ടുള്ള വിരക്തി നമുക്ക് ചെയ്യാനായിട്ട് കഴിയും, അല്ലെ? അപ്പൊ ഈ ഒരു ശ്ലോകത്തിൽ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹരികൃഷ്ണ. അടുത്ത നമുക്ക് 17ാമത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാല് ശ്രദ്ധ. അവിടെ നമ്മൾ 3ാമത്തെ ലൈനിൽ നോക്കിയാല് അഫലാകാംക്ഷിഭിർ യുക്തൈ എന്നൊരു കാര്യം വരുന്നുണ്ട്. അഫലാകാംക്ഷിഭിർ യുക്തൈ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ നമ്മളൊരു ശ്ലോകത്തില് പഠിച്ചിരുന്നു. 17-11. 17-11 നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പറഞ്ഞു അഫലാകാംക്ഷിഭിർ യജ്ഞം. യജ്ഞത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും സാത്വികമായിട്ടുള്ള യജ്ഞം എങ്ങനെയാണ് ഫലം കാക്ഷിക്കാതെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, അല്ലെ? ഇവിടെയും പറയുന്ന എന്താണ്? ശ്രദ്ധയാ പരയാ. ശ്രദ്ധ എന്ന് പറഞ്ഞാല് വിശ്വാസം, ഏറ്റവും പരമമായിട്ടുള്ള ഒരു വിശ്വാസം ഭഗവാനിൽ വെക്കുന്ന സമയത്ത് വളരെയധികം വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ തപശ്ചര്യകളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞാൽ, ഇന്നിപ്പോ നമ്മൾ ഏകാദശി എടുക്കുന്നു, ഈ ഏകാദശിക്ക് നമുക്ക് ഫലം വേണം, ഇന്ന ഫലത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. പല പല ഏകാദശികളും ഫലശ്രുതിയോടുകൂടിയാണ് ചെയ്യുന്നത്, അല്ലെ? ഈ ഏകാദശി ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് അത് നോക്കി മാത്രം ഏകാദശി എടുക്കുന്നവരുണ്ടാവാം. പക്ഷെ നമ്മൾ എങ്ങനെയായിരിക്കണം? അഫലാകാംക്ഷി ആയിരിക്കണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഫലം വേണ്ട എന്ന് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സാത്വികമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമ്മൾ 3 തരത്തിൽ, ത്രിവിധം എന്നിവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ ശ്ലോകത്തില്? ത്രിവിധം നരേ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോ 3 തരത്തിലുള്ള തപശ്ചര്യകൾ പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? ശരീരം കൊണ്ടും വചസ് കൊണ്ടും വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും, അല്ലെ? ഈ 3 വിധത്തിലുള്ളത്. ഈ 3 വിധത്തിലുള്ള തപശ്ചര്യകളും സത്വഗുണത്തിൽ വരണമെങ്കിൽ, ഈ 3 വിധത്തിൽ നമ്മൾ സത്വഗുണത്തിൽ വരാൻ വേണ്ടി എങ്ങനെയായിരിക്കണം? അഫലാകാംക്ഷികളായിരിക്കണം, ഫലകാംക്ഷി ഇല്ലാത്തവരായിരിക്കണം, അല്ലെ? നമുക്ക് ഒന്ന് ഭൗതിക നേട്ടങ്ങൾ ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ ആധ്യാത്മികമായിട്ട് ഭഗവാനിലുള്ള വിശ്വാസത്തോടു കൂടി ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ അനുഷ്ഠിച്ചു പോന്നു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് പറയാം? സാത്വികമായിട്ടുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ തപശ്ചര്യ സാത്വികമാണെന്ന് പറയാം. അല്ലെങ്കിൽ പിന്നീട് അത് രജോ ഗുണത്തിലേക്കും തമോ ഗുണത്തിലേക്കും വഴിമാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇന്ന് എല്ലാവർക്കും ഏകാദശി ദിവസമാണ്, അല്ലെ? ചില ജില്ലകളൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് നമുക്ക് ഉത്പന്ന ഏകാദശി ദിവസമാണ്. ഉത്പന്ന ഏകാദശി എന്ന് പറയുമ്പോൾ ഭവിഷ്യത്തര പുരാണത്തില് ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നുണ്ട് ഏകാദശി മഹാത്മ്യം, ഇതെങ്ങനെയാണ് വന്നത്, ഏകാദശിയുടെ കഥയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏകാദശി എങ്ങനെയാണ് തുടങ്ങിയത്? മുരാരിയുടെ കാര്യം എല്ലാവർക്കും അറിയാം, അല്ലെ? മുര എന്ന അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന ഏകാദശി അല്ലെങ്കിൽ ഏകദാസി, ഭഗവാന്റെ ഏകാദശി 11ാമത്തെ ദിവസം എന്നുള്ള അർത്ഥത്തിൽ 11ാമത്തെ ദിവസം ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വന്ന ഒരു വിഭൂതി, അതാണ് ഭഗവാന്റെ ശക്തി, അതാണ് ആ ദാസി, ഭഗവാന്റെ തന്നെ ദാസി, ഏകദാസി അല്ലെങ്കിൽ ഏകാദശി ദിവസം വന്നതുകൊണ്ട് ഏകാദശി എന്ന ആ ഒരു ദാസിയുടെ കഥ ഭവിഷ്യോത്തര പുരാണത്തില് ഭഗവാൻ അർജുനന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് മാർഗശീർഷത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ്. കൃഷ്ണപക്ഷത്തിലുള്ള ഏകാദശിക്കാണ് ബലം കൂടുതൽ, ശക്തി കൂടുതൽ. കൃഷ്ണപക്ഷത്തില് 2 പക്ഷമാണ് നമുക്കുള്ളത്. 14 ദിവസം വീതം ഒരു മാസത്തിനകത്ത് 2 പക്ഷങ്ങളുണ്ടെന്ന്, കൃഷ്ണപക്ഷവും ഒന്ന് ശുക്ലപക്ഷവും. അപ്പോ അമാവാസിയോട് ചേർന്ന് വരുന്നതിന് കൃഷ്ണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെ? കറുത്ത നിറം. ശുക്ലം എന്ന് പറഞ്ഞാല് വെള്ള നിറം. അപ്പൊ അമാവാസിയും പൗർണമിയും സൂചിപ്പിക്കുന്നതാണ് ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും. എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ജ്യോതിഷമൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്രനും സൂര്യനും, അല്ലെ, നവഗ്രഹങ്ങളൊക്കെ പറയും. ഈ നവഗ്രഹങ്ങൾ പറയുന്ന സമയത്ത് സൂര്യനും ചന്ദ്രനും രാജഗ്രഹങ്ങൾ എന്ന് പറയും. രാജഗ്രഹങ്ങൾ. അപ്പൊ രാജാവിന്റെ പദവിയാണ് അവർക്ക് 2 പേർക്കും. സൂര്യൻ രാജാവും ചന്ദ്രൻ റാണിയുമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് ജ്യോതിഷത്തില്. അപ്പൊ ഇവിടെ ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നത് കൃഷ്ണപക്ഷത്തിലാണ്. അതുകൊണ്ടും കൃഷ്ണപക്ഷത്തില് ഉള്ള എല്ലാ കാര്യങ്ങളും ബലവത്തോടെ നിൽക്കും. അല്ലാത്തത് ജ്യോതിഷികൾ പറയുന്നത് ക്ഷീണചന്ദ്രൻ എന്ന് പറയും. ശുക്ലപക്ഷത്തിലാണെങ്കിൽ ക്ഷീണചന്ദ്രൻ എന്നാ പറയും. അപ്പൊ കുറച്ചൊരു പാപസാമ്യം ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതുമാതിരി വരും. അപ്പൊ ഇവിടെ കൃഷ്ണപക്ഷമായതുകൊണ്ട് തന്നെ
ചന്ദ്രൻ ബലവാനാണ്, അല്ലെങ്കിൽ തന്നെ ഭഗവാനായാലും ഈ ഒരു ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഏകാദശിക്കാണ് ശക്തി കൂടുതൽ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടും മഹാത്മ്യമുള്ള ഒരു ദിവസമാണ്. ഇതിന്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? ഏകാദശിയുടെ കഥ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മുര എന്ന അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ദേവഗണങ്ങൾ എല്ലാവരും വന്ന് ഭഗവാനോട് ക്ഷീരസാഗരത്തിൽ വന്നിട്ട് അങ്ങനെ അഭ്യർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ മുര എന്ന അസുരനോട് ഒരുപാട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു ഗുഹയിലേക്ക് പോയിട്ട് അദ്ദേഹം അങ്ങനെ കുറച്ച് സമയം എന്താ പറയാ ടയേർഡായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം റെസ്റ്റ് ചെയ്യാനായിട്ട് പോകും. അപ്പൊ ആ സമയത്താണ് മുര എന്ന രാക്ഷസൻ അവിടേക്ക് വീണ്ടും വരുന്ന സമയത്താണ് ഭഗവാനിൽ നിന്നുള്ള ഒരു അംശം, ഭഗവാന്റെ 10.42 പറയുന്നുണ്ടല്ലോ അല്ലെ, ഭഗവാന്റെ ഒരു അംശം മാത്രം മതി ഈ ഭൗതിക ലോകത്തെയൊക്കെ നിലനിർത്താൻ. അതുപോലെ ഭഗവാൻ സ്വയം ഫുൾ എനർജിയില്, ഫുൾ പൊട്ടൻസിയില്, ഫുൾ വിഭൂതിയില് ആ മുര അസുരനെ വധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാന്റെ ഒരു അംശമായിട്ടുള്ള ഒരു ദാസി, ഇതാരെന്ന് പോലും ഭഗവാൻ അറിയാത്ത ഒരു ദാസിയാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ മുര എന്ന അസുരനെ വധിക്കുന്നത്. അതാണ് ഇന്നത്തെ ഉത്പന്ന ഏകാദശിയുടെ കഥ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാ. സംശയം വല്ലതും ഉണ്ടോ ആർക്കെങ്കിലും ചോദിക്കാൻ? ഇല്ലെങ്കിൽ നമുക്ക് ശ്ലോകം ചൊല്ലാം. ഓ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈഃ അബലാകാംക്ഷിഭിരുക്തൈ സാത്വികം പരിചക്ഷതേ. ഹരേ കൃഷ്ണ മാതാ. അവബോധ പരിശീലനത്തിന് അനുകൂലമായവയെല്ലാം സ്വീകരിക്കുകയും പ്രതികൂലമായവയെ നിരാകരിക്കുകയും ചെയ്യണം. ഒരു ഭക്തന് കൃഷ്ണാവബോധത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ മറ്റൊരു ഭക്തന് പ്രതികൂലമായിരിക്കാം. നമ്മുടെ കുടുംബജീവിതം കൃഷ്ണഭക്തിക്ക് അനുകൂലമല്ലെങ്കിൽ അപ്രകാരമാക്കി തീർക്കുവാനായി നാം എല്ലാ രീതിയിലും ശ്രമിക്കണം. കുടുംബാംഗങ്ങളെ കൃഷ്ണഭക്തി സ്വീകരിക്കുവാനായി പ്രേരിപ്പിക്കേണ്ടതാണ്. കുറഞ്ഞ പക്ഷം നമ്മുടെ കൃഷ്ണഭക്തിയെ അവർ തടസ്സപ്പെടുത്താതെ ബഹുമാനിക്കുന്ന രീതിയിലെങ്കിലും അവരെ പരിവർത്തനപ്പെടുത്തേണ്ടതാണ്. അഭക്തന്മാർ നിറഞ്ഞ ഗൃഹത്തിൽ വസിക്കുവാൻ ബാധ്യസ്ഥരായ കൃഷ്ണാവബോധത്തിൽ ഗൗരവമേറിയ ഒരു വ്യക്തിയോട് ഞങ്ങൾക്ക് ഒരു നിർദ്ദേശമേ നൽകുവാൻ കഴിയൂ. തങ്ങളുടെ തത്വങ്ങളെ ഉപേക്ഷിക്കാതെ ഗൃഹത്തിൽ കഴിയുന്നിടത്തോളം കാലം സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന്. ഇത്തരം കുടുംബാംഗങ്ങൾ വാസ്തവത്തിൽ നല്ലവരായിരിക്കാം, എങ്കിലും കൃഷ്ണാവബോധത്തിന്റെ പരമപ്രധാനമായ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കത്തക്കവണ്ണം എല്ലാവരും ഭാഗ്യവാന്മാരായിരിക്കണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുവാനാവില്ല. ചിലപ്പോൾ ക്ഷമയോടെയുള്ള സ്ഥിര പ്രയത്നത്താൽ ക്രമേണ ഒരു ഭക്തൻ എതിർപ്പുകളെ തന്റെ കുടുംബാംഗങ്ങളെ കൃഷ്ണഭക്തരാക്കി മാറ്റുന്നു. ഇത്തരം ശ്രമങ്ങൾ എല്ലാം തന്നെ വിഫലമായാൽ കുടുംബാംഗങ്ങൾ കൃഷ്ണാവബോധത്തോട് ശത്രുത മനോഭാവത്തിൽ തന്നെ ഉറച്ചു നിന്നാൽ വീട് ഉപേക്ഷിച്ച് പൂർണ്ണമായും കൃഷ്ണാവ സേവനം സ്വീകരിക്കുന്നതാണ് ഒരു പരിഹാരമാർഗം. ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ച് ചുമതലപ്പെട്ട മുതിർന്ന ഭക്തന്മാരുമായി ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. കുടുംബജീവിതത്തിൽ അകപ്പെട്ടിരുന്നാലും കൃഷ്ണാവബോധത്തിന് പരമപ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി എത്രയും വേഗം ഇത് ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ശ്രീമദ് ഭാഗവതം 3:23-48 ഭാവാർത്ഥം. തന്നെ ആശ്രയിച്ചു കഴിയുന്ന പത്നിയും സന്താനങ്ങളും ഉള്ളവരെ പെട്ടെന്ന് വീടുപേക്ഷിക്കുവാൻ നിർദ്ദേശിക്കുന്നില്ല. എന്നാൽ 50 വയസ്സ് കഴിഞ്ഞവരും അവിവാഹിതരുമായ യുവാക്കൾ വീടുപേക്ഷിച്ച് ഭക്തന്മാരുടെ സംഘത്തിൽ ചേർന്ന് മുഴുവൻ സമയവും കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. സാധാരണ കർമ്മികളെ പോലെ ജീവിതം മുഴുവനും അവർ ഗ്രഹത്തിൽ ചെലവഴിക്കേണ്ടതില്ല. ഗ്രഹസ്ഥന്മാർ അവർ 50 വയസ്സിന് ശേഷം ഗ്രഹം ഉപേക്ഷിക്കണം എന്ന് വേദശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ശ്രീമദ് ഭാഗവത 3:24-35 ഭാവാർത്ഥം. ഒരു വസ്തുത ഉറപ്പാണ്, കൃഷ്ണാവബോധം എന്ന ഈ അമൂല്യ ഭാഗ്യത്തെ ആരും ഏത് പരിസ്ഥിതിയിലും ഉപേക്ഷിക്കരുത്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും തന്നെ സേവിക്കുന്നവരിൽ കൃഷ്ണൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമ്മെ മനസ്സിലാക്കുവാനായില്ലെങ്കിലും കൃഷ്ണഭക്തിയിൽ തന്നെ ഉറച്ചു നിൽക്കുക. ലോകം മുഴുവനും നമുക്ക് എതിരാണെങ്കിലും ഭഗവാൻ കൃഷ്ണൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനോ ഭയപ്പെടാനോ ഇല്ല. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് നാളെ വായിക്കാം. ഹരേ കൃഷ്ണ.
മാതാജി ആ, ഒരു സെക്കൻഡ്. ആ, ഇപ്പൊ ആ. എല്ലാവർക്കും വായിച്ചിട്ട് ഇതിനകത്ത് 50 വയസ്സ് തികഞ്ഞൊരു ഒരുപാട് പേര് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ദുരിതമയ്ക്ക് ഇതിനകത്ത് എന്ത് തോന്നി പറയും. ഇപ്പം 50 വയസ്സ് കഴിഞ്ഞാല് കുടുംബം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു അല്ലേ? അതെ അതെ പ്രഭു. പക്ഷെ കുറെ ബാധ്യത പെട്ടൊക്കെ കിടക്കുന്നവരൊക്കെ എങ്ങനെ ഉപേക്ഷിച്ചേച്ചു പോകും? അതെ. അല്ല എല്ലാ അല്ല ബാക്കിയുള്ള പ്രഭു, എനിക്ക് പറയാനുള്ളത് നമ്മള് ആ വീട്ടിൽ തന്നെ അവരെ എല്ലാം മനസ്സിലാക്കി കൊടുത്താൽ നമുക്ക് വീട്ടിൽ തന്നെ, എന്നെ സംബന്ധിച്ച് വീട്ടിലൊരു പ്രശ്നമില്ല. ഓക്കെ. പിന്നെ ബാക്കിയുള്ളവർ എന്തെങ്കിലും ആരെയും ഒന്ന് രണ്ട് അഭിപ്രായം പറയാം. കാരണം ഇത് ഈ വേർഡ് തെറ്റിദ്ധരിച്ച് പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. കാര്യം വായിക്കുമ്പോൾ നമ്മുടെ എങ്ങനെ വായിക്കും, ഇതിനകത്ത് പ്രഭുപാദൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് കുടുംബം ഉപേക്ഷിക്കണമെന്ന് എന്ന് തോന്നും. പക്ഷെ അതിന്റെ എന്താണ് അർത്ഥം എന്നാൽ അതിന്റെ ചോദിക്കുക. ആരെങ്കിലും ഒന്ന് രണ്ട് പേർ കൂടെ പെട്ടെന്ന് അഭിപ്രായം പറയാം. അതിന്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കിയുള്ള കാര്യം. കുടുംബ നമ്മൾ ബന്ധങ്ങൾക്ക് കുടുംബത്തെ പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മള് ഭഗവാനിൽ മാത്രം മനസ്സൂന്നിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തു പോവുക. ഇമ്പോർട്ടൻസ് കുടുംബം ഭഗവാൻ. ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ എന്താണ് ശ്രീ അർത്ഥം? കൃഷ്ണ, കുടുംബം ഉപേക്ഷിക്കണം എന്നല്ല, നമ്മൾ കൂടുതലായിട്ടും ഭഗവാനിലേക്ക് ചേരണം. കുടുംബത്തിലുള്ള അറ്റാച്ച്മെന്റ് കുറയ്ക്കണം. അതെ, അതാണ് ഡിറ്റാച്ച്ഡ് ആവണം. അതാണ് പോയിന്റ്. അല്ലാതെ കുടുംബം ഉപേക്ഷിക്കുന്ന പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു പോകരുത്. കുടുംബം ഉപേക്ഷിക്കാൻ ഇപ്പൊ നിങ്ങളും കൊച്ചുമക്കളും അല്ലെങ്കിൽ മക്കളൊക്കെ ആയിട്ട് കൂടെ നിൽക്കണം. പക്ഷെ നമ്മുടെ തോന്നലെല്ലാം എന്താണെന്നറിയാമോ, മരിക്കുന്ന സമയം വരെ നമ്മളെ ഉണ്ടെങ്കിലേ അവർ ജീവിക്കാൻ പറ്റുന്നതിന്റെ ധാരണ ഉണ്ടാവും. അത് മാറ്റുക എന്നുള്ള. ഇപ്പൊ നമ്മളിപ്പോ ഏതൊരു വീട്ടിലായാലും ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത വ്യക്തി ബാക്കിയുള്ള എന്തോ ചെയ്യും? ആ 2 ദിവസം കഴിയും, 16 ഇത് ചടങ്ങ് കഴിയുമ്പോൾ പിന്നെ അത് വിടും. പിന്നെ പിറ്റേ വർഷത്തേക്ക് ആകുമ്പോഴത്തേക്ക് ആണ്ടിൽ വന്ന് കഴിയും. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതുപോലെ ഈ അറ്റാച്ച്മെന്റ് കുറയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കുടുംബത്തോടൊപ്പം ജീവിക്കുക. പണ്ടാണ് ഈ വാന പ്രശ്നമാകുമ്പോൾ കാട്ടിലേക്ക് ചെന്നിരിക്കാനാണ് പറയുന്നത്. ഇപ്പൊ കാട് ഇവിടെ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് ഇരുന്നാൽ പോലും ഇപ്പം പുണ്യ ക്ഷേത്രങ്ങളിലേക്ക് യാത്ര പോകുമ്പോഴത്തേക്ക് കൂടെ പോകണം. അതുപോലെ അമ്പലങ്ങൾ കൂടുതൽ ദർശനം നടത്തണം. വീട്ടിലിരിക്കുന്ന മക്കളും എല്ലാവർക്കുമായിട്ട് കൊച്ചുമക്കളൊക്കെ ആയിട്ട് നമ്മൾ കൃഷ്ണാബോധമാരെ എന്താണ് പ്രചരിപ്പിക്കുക എന്നുള്ള കാര്യം. അപ്പൊ ആ വാക്ക് ഒരിക്കലും ഈ മനുസ്മൃതിയില് സ്ത്രീ സ്വാതന്ത്ര്യം പാടില്ല എന്ന് പറഞ്ഞ തെറ്റിദ്ധരിച്ചതൊക്കെ നമ്മൾ ചിലപ്പം ഇതിനകത്ത് അറിയാത്ത ചിലർ പെട്ടെന്ന് വിചാരിച്ചു പോകുന്നത് എന്താണ്ടേമോ, പ്രഭുപാദർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ എന്നുള്ള കാര്യം ഒരിക്കലും ചിന്തിച്ചു പോകരുത് എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഡിറ്റാച്ച്മെന്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. നമുക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷെ ആ പ്രായം കഴിയുമ്പോൾ നമ്മൾ അവരവരെ പ്രാപ്തിയൊക്കെ, ഇപ്പം ഏതാണ് ജാമ്പവാനുള്ള സമയമാണ് ഹനുമാൻ വന്നപ്പോഴത്തേക്കും ജാമ്പവാനല്ലേ മാറിക്കൊടുത്തത്. അതേപോലെ തന്നെ ഹനുമാൻ ഭീമൻ വന്നപ്പോഴത്തേക്കും ആ ശക്തി മാറ്റിക്കൊടുത്തു. അപ്പം ഓരോരോ യുഗത്തിലും ഓരോരുത്തർക്ക് പ്രവർത്തന ശൈലി ഭഗവാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതാത് സമയം വരുമ്പോഴത്തേക്ക് അവർക്ക് മാറിക്കൊടുക്കുക എന്നുള്ള കാര്യം. അതേപോലെ മക്കള് അവരെ കുടുംബ പ്രാപ്തർക്കും അവർക്ക് മക്കളൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് അതിനായിട്ടുള്ള ഉത്തരവാദിത്വം വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് വേണം, ബാക്കിയുള്ളവര് അവരെ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് അവർക്ക് ഒതുങ്ങി കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോഴും നമ്മൾ ഇതിന് പിടിച്ചു നിന്ന് അറ്റാച്ച്മെന്റിലേക്ക് പോകരുത് എന്നാണ് എന്റെ അർത്ഥം. ഓക്കെ, അതുകൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് എടുത്ത് ചോദിക്കാൻ. ഹരേ കൃഷ്ണ മാതാജി, കൃഷ്ണാവബോധം വഴികാട്ടി എത്രാമത്തെ പേജാ മാതാജി വായിച്ചേ? വസന്ത മാതാജി. ഹരേ കൃഷ്ണ. 91-ാമത്തെ പേജ്. 91-ാമത്തെ പേജൊക്കെയാ മാതാജി വായിച്ചത്. ആ, ഓക്കെ. ശരി, ഇനി അടുത്ത് എന്താ വെച്ചാൽ ഇത് കേട്ടോ. ഓരോ നമ്മൾ വായിക്കുമ്പോഴും ചില പോയിന്റുകൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മള് ചിലപ്പോൾ മനസ്സിൽ ചിലർക്ക് ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ മാത്രം മതി. അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പ്രഭു, കുടുംബം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഭക്തിമാർഗം സ്വീകരിക്കുന്ന ഏറ്റവും നല്ലത് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 ആശ്രമത്തിൽ ഏത് ആശ്രമം, ഇപ്പം ബ്രഹ്മചര്യായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥയായാലും സന്യാസിയായാലും എല്ലാത്തിനും അതായത് ധർമ്മമുണ്ട്. ആ ധർമ്മം പാലിക്കുകയാണെങ്കിൽ ഇപ്പം അർജുനന്റെ അടുത്ത് പോകാൻ നീ ക്ഷത്രിയനാണ്, നീ യുദ്ധം ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം ക്ഷത്രിയ ധർമ്മം അതാണ്, യുദ്ധം ചെയ്യാന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഏത് ആശ്രമത്തിലുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യാനുള്ള കർത്തവ്യം നമ്മൾ നിറവേറ്റുക എന്നുള്ള കാര്യമാണ്. ഗൃഹസ്ഥയായാലും വാനപ്രസ്ഥ ഏതായാലും. അപ്പൊ അതാത് ആ ആശ്രമത്തിലേക്ക് ഓരോരോ ധർമ്മമുണ്ട്. അത് പാലിക്കുമ്പോൾ കറക്റ്റായിട്ട് ഭഗവത്ഗാനത്തിൽ ചെന്നെത്താൻ പറ്റും. അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഭക്തിരസാമൃത സിന്ധു അതാരാ വായിക്കുന്നേ? ഇന്നിപ്പോ ഹരേ കൃഷ്ണ വായിക്കണ്ടേ? ഇന്ന് വായിക്കാൻ സമയമില്ല.
ടൈമായി. ഇനിയിപ്പോ നമുക്ക് ഇന്ന് ഒരു കുറുനമ്മ നോട്ട് ചെയ്താൽ മതി. ഇപ്പോ ഗീതാ ജയന്തി ആയതുകൊണ്ട് നമുക്ക് എത്ര സർവീസ്, എത്ര ഭഗവത്ഗീത ഈ മാസം വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു നമ്മളൊരു ഡിസിഷൻ എടുക്കുക. അതൊന്ന് നോട്ട് ചെയ്യുക. ഈ മാസത്തില് ഒരാൾക്ക്, ചില ആൾക്കാർ പറയും എന്റെ സുഹൃത്തിന്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഞാനൊരു ഭഗവത്ഗീത കൊടുക്കും ഫ്രീ ആയിട്ട്. അങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ ഗിഫ്റ്റിനായിട്ട്, എങ്ങനെയാന്ന് വെച്ചാലും നമുക്ക് ഒരു മാസം കൊണ്ട് എത്ര ഭഗവത്ഗീതയോളം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കണക്ക് തന്നാൽ അത് ജയസാക്ഷി പ്രഭുവിന് എനിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. എല്ലാ വർഷവും നമ്മളത് ചെയ്യുന്നതാണ്. നമ്മളതിൽ പറ്റുന്ന അത്രയും ഭഗവത്ഗീത പറഞ്ഞ് ഒരു വീട്ടിലേക്ക് കൂടെ, അതാണ് ടോപ്പ് മോസ്റ്റ്. ഈ ഗീതാ ജയന്തി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സർവീസാണ്. അങ്ങനെ ആരെങ്കിലും ചില ആൾക്കാർ ഒന്നായിരിക്കും, ചില ആൾക്കാർ 5 ഭഗവത്ഗീത ഞാൻ ഈ മാസം ചെയ്യും എന്ന് ഇങ്ങനെ പറയും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യോ കുറുരമ്മ? എത്ര പേര് എത്ര ബുക്കുകൾ വേണം എന്നുള്ളത്. പത്മകുമാരി മാതാജിക്ക് എത്ര ബുക്ക് വേണം? എനിക്ക് 2 എണ്ണം വേണം. 2 എണ്ണം നോട്ട് ചെയ്തോ കുറുരമ്മ? പ്രഭു അത് അനൗൺസ് ചെയ്താൽ മതി. ബാക്കി ആ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഓരോരുത്തർ എത്ര വേണമെന്ന് അവർക്ക് കൊടുത്തോളൂ. ഇപ്പൊ എഴുതാനുള്ള സമയമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ 4 മിനിറ്റേ ഉണ്ട്. അപ്പം അല്ല, എല്ലാവരും പ്രോമിസ് ഗീതാ ചെയ്യുക പ്രഭു. ഇപ്പൊ അല്ല അവർക്ക് അതല്ല, പ്രഭുവിന് അറിഞ്ഞൂടാ. ഇതൊരു ഭഗവാന്റെ മുമ്പ് ഒരു പ്രോമിസ് ആണ്. അതിൽ ടൈം ഉണ്ട്. പെട്ടെന്ന് തീരും. 2 മിനിറ്റ് കൊണ്ട് ഞാൻ തീർത്തേക്കാം. എഴുതി അടുത്തത് ആരോ പറഞ്ഞല്ലോ, അജന്ത മാതാജി എത്ര എണ്ണം പ്രോമിസ് ചെയ്യണോ? 1, 2, 5 ഞാൻ പറയാം പ്രഭു, പറയാം. ഹരേ കൃഷ്ണ. ശരി. ബിന്ദു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു കേട്ടില്ല പ്രഭു. ഹരേ കൃഷ്ണ. ബിന്ദു മാതാജി ഭൂതക്കുളം ബിന്ദു മാതാജി അല്ലയോ? 2 എണ്ണം. അതെ മാതാജി. 2 എണ്ണം. രത്ന മാതാജിയോ? 2 എണ്ണം മാതാജി. 2. 2 എണ്ണം. പിന്നെ സതീദേവി മാതാജിയോ? എനിക്ക് 2 എണ്ണം. ഓക്കെ. ഇനി ആരാ? ഇത്രേ ഉള്ളൂ. ഗംഗാ മാതാജി ഉണ്ട്. ഗംഗാ മാതാജി എത്രയാ? ഗംഗാ മാതാജി എത്ര? മാതാജി, ഞാൻ അതൊന്ന് കൊടുക്കട്ടെ, പറയാം. എന്നാലും അതിരുന്നോട്ടെ. 1 ഞാന് 1 ഒരു ബുക്ക്. ഒരു ബുക്ക് എഴുതിക്കോ. പക്ഷെ ഞാൻ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് കുറച്ച്, അത് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പ്രഭു. അത് കുഴപ്പമില്ല. ഒരു ബുക്ക് എഴുതിക്കോ മാതാജി. ഇന്ന് നാണക്കേടാണ്. ഒരാൾ ഒരു ബുക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ വളരെ മോശമാണ്. അജന്ത മാതാജി പറഞ്ഞില്ല. മാതാജി 1 തന്നെ എഴുതിക്കോണോ? 1. അതുപോലെ സന്തോഷ് പ്രഭു, നമ്മളെ പട്ടാളം, അദ്ദേഹത്തിന് 5 ആണ്. പോട്ട് ഇപ്പൊ തൽക്കാലം 1 എഴുതണം. ബാക്കിയുള്ള എല്ലാവർക്കും ഓരോന്ന് വെച്ച് എഴുതുവാണെങ്കിലും 48 പേരുണ്ട്. അപ്പൊ ഒരു 10, 50, 60 പുസ്തകമുള്ള നമ്മുടെ പത്മനാഭ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്നത്. മുറിഞ്ഞോണ്ടിരിക്കുക. ഹരകൃഷ്ണ പ്രഭു, ഇത് പള്ളിച്ചെലവ് നമ്മൾ വാങ്ങിച്ച് കൊടുത്താൽ മതിയോ? അത് എങ്ങനെയാണ്? ഞാൻ തിരുവനന്തപുരത്താണല്ലോ. മാതാജി പള്ളിച്ചെലവ് വാങ്ങിച്ചു കൊടുത്തോളൂ. മാതാജി നമ്മുടെ ഗ്രൂപ്പിൽ ഇത്ര പ്രോമിസ് ചെയ്യുന്നു. മാതാജി 2 പുസ്തകം അല്ലെ 5 പുസ്തകം എന്നുള്ളത് പള്ളിച്ചെലവ് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ മാതാജിക്ക് അയച്ചു തരാം കൊറിയറായിട്ട്. ഇവിടെ കരമന ഇസ്കോണിൽ കാണോ പ്രഭു? കരമന ഇസ്കോണിലും ഉണ്ട്. എവിടെ നിന്നെടുത്താലും ഇത് ജസ്റ്റ് ഒന്ന് പ്രോമിസ് ചെയ്യുന്നു. ഇത്ര പുസ്തകം എന്നൊന്ന് പ്രോമിസ് ചെയ്യുന്നു. ഞാൻ ഈ മാസത്തില് ഭഗവാൻ ഉപദേശിച്ച ഈ ഭഗവത്ഗീത ഞാനും വേറൊരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഇതൊരു ജസ്റ്റ് ഒരു പ്രോമിസ് ആണ്. അപ്പൊ അത് മാതാജി ഇപ്പൊ എവിടെ നിന്ന് പുസ്തകം എടുത്താലും കുഴപ്പമില്ല. എന്റെ നിന്ന് വാങ്ങണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പൊ ഞാൻ പ്രോമിസ് പ്രഭു, നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് 100 പുസ്തകമൊന്നും ഞാനിപ്പോ അവിടെ പേര് കൊടുക്കാൻ പോകണം. അപ്പൊ ചില ആൾക്കാര് പറയും എനിക്ക് 5 വേണം 10 വേണം അങ്ങനെ പറയാറുണ്ട്.
അപ്പൊ അങ്ങനെ സ്പെഷ്യൽ സേവ ഉണ്ടെങ്കിൽ ഇത് കൂടെ അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ. മാതാജി എത്ര പുസ്തകം വാങ്ങിക്കും? 2 പുസ്തകം പ്രഭു. 2 പുസ്തകം. ഓക്കെ, താങ്ക് യു മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ബിന്ദുപ്രഭ മാതാജിയോ? ഹരേ കൃഷ്ണ. ഏതായാലും ഒരെണ്ണം ഒരെണ്ണം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് മാതാജി. എല്ലാരും ഓരോന്ന് വെച്ച് പറയും. ഇനി വിളിക്കണ്ട മാതാജി. ഞാൻ ഒന്ന് വെച്ച് എനിക്കൊരെണ്ണം പ്രഭുജി. മാതാജി എനിക്കൊരെണ്ണം എഴുതിക്കും. മീന മാതാജിക്ക് ഒന്നൊന്നുമല്ല. രണ്ട് മീന മാതാജി 2. വേറെ ആർക്കെങ്കിലും പ്രോമിസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. സമയമായി. അടുത്ത ക്ലാസ്സിനുള്ള ടൈം ആയി തുടങ്ങി. 16 എണ്ണം. പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ലേ മാതാജി, എല്ലാരും ഇപ്പൊ 50 പേരുണ്ട്. 50 എണ്ണം അത് എനിക്ക് കണക്ക് കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചെന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്നെ വിളിച്ച് പറഞ്ഞോളൂ. ഇപ്പൊ 16 അല്ലേ? ശരി. അത് ഈ 1 മാസത്തിനുള്ളിൽ അവർ മേടിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിക്കാം. ഇനി അടുത്ത പ്രോഗ്രാമിൽ വിളിക്കാം. താങ്ക് യു മാതാജി. നമ്മുടെ പൂർണ്ണനന്ദിനി മാതാജി എത്തിയില്ലല്ലോ. എത്തിയോ? എത്തിയിട്ടുണ്ട്. മാതാജി പത്മനാഭ ഗ്രൂപ്പിലേക്ക് മാതാജിക്ക് സ്വാഗതം. നമ്മള് സ്നേഹപൂർവ്വം മാതാജിയെ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് സ്വാഗതം ചെയ്യാം. എല്ലാരും വന്നാട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. ഹരേ കൃഷ്ണ. രാധാമാധവ് ആരെങ്കിലും പാടുന്നുണ്ടോ? ജയ രാധമാധവ ജയ കുഞ്ച വിഹാരി ജയ രാധമാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ രാധമാധവ ജയ കുഞ്ച വിഹാരി യശോദാനന്ദന വ്രജജനാരഞ്ജന യശോദാനന്ദന വ്രജജനാരഞ്ജന യശോദാനന്ദന വ്രജജനാരഞ്ജന യമുനാ തീരാവനചാരി യമുനാ തീരാവനചാരി ജയ രാധമാധവ ജയ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനതമശ്നുതേ മത്പരം ബ്രഹ്മ ന സത് ന അസത് ഉച്യതേ. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ഓഫ് നോളജ്, അതായത് എന്താണ് നമ്മൾ അറിയേണ്ടത് എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തില് പറയുന്നത്. ഇവിടെ 13 മുതൽ 19 വരെ ഇതേ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ എന്തിനെ പറ്റിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താണ് പ്രയോജനം എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നത്. ഏതൊന്നിന്റെ അറിവ് സനാതനമായതിനെ ആസ്വദിക്കുന്നതിന് ഉതകുമോ, ന്യായമായി അതിനെപ്പറ്റി ഞാൻ വിവരിച്ചു തരാം. അനാദിയും എന്നെ ആശ്രയിച്ചിട്ടുള്ളതുമാണ് ബ്രഹ്മം. ഭൗതിക ലോകത്തിലെ കാര്യകാരണങ്ങൾക്ക് അതീതമാണത്. ആ അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് സനാതനമായ വസ്തുക്കളെ നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതം
അമൃതമയമാക്കി തീർക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് അനാദിയാണ്. ആ വസ്തു, അതായത് ജ്ഞേയം അനാദിയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മമാണ്. ഇവിടെ ബ്രഹ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ജീവാത്മാവിനെയാണ് ബ്രഹ്മം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ജീവാത്മാവ് എന്ന് പറയുന്നത് ഭൗതികത്തിലെ കാര്യകാരണങ്ങൾക്ക് അതീതമാണ്, എറ്റേണൽ ആണ് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പം ഈ 13 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളില് ജീവാത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചിട്ടാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. അപ്പം ജീവാത്മാവിനെയും പരമാത്മാവിനെയും മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് നമ്മളുടെ ജീവിതം അമൃതമയമാക്കാം. എങ്ങനെ അമൃതമയമാകും? അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാല് ജീവാത്മാവ് ആരാണ്, പരമാത്മാവ് ആരാണ്, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, അതുപോലെ തന്നെ ജീവാത്മാവും ഭഗവാനും തമ്മിലുള്ള ബന്ധം, പരമാത്മാവും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ ഈ ഭൗതികത വിട്ട് നമ്മൾ ആധ്യാത്മികതയിൽ നമ്മൾ എത്തിച്ചേരും. അങ്ങനെ നമുക്ക് നമ്മളുടെ ജീവിതത്തെ ആനന്ദമയമാക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതേവരെയും ഭഗവാന് കർമ്മക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചിട്ടാണ് ഭഗവാൻ പ്രതിപാദിച്ചത്. കർമ്മക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരമാണ്. അതുപോലെ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ശരീരത്തിലിരിക്കുന്ന ആത്മാവാണെങ്കിലും അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. അതായത് നമ്മള് ശരീരമാണ് എന്ന, ആത്മാവല്ല ശരീരമാണ് എന്ന് വിശ്വസിക്കുന്നവര് ക്ഷേത്രജ്ഞരാണ്. ശരീരത്തിന്റെ ഉടമസ്ഥനാണ് എന്ന് വിചാരിക്കുന്നവര് ക്ഷേത്രജ്ഞരാണ് എന്നും അർത്ഥമുണ്ട്. ഇനിയും ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. നമ്മള് 2-ാം അധ്യായത്തിൽ ആത്മാവിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചു ഇല്ലേ? ആത്മാവ് ശാശ്വതനാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മാവ് ജീവാത്മാക്കൾ അനാദിയാണ്, ഭഗവാനും അനാദിയാണ്. എന്നുണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഭഗവാൻ ഇല്ലേ, സൃഷ്ടിക്ക് മുൻപും ഭഗവാൻ ഉണ്ടായിരുന്നു, അതുപോലെ അതിനു മുൻപും ജീവാത്മാക്കളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ജീവാത്മാവിനും അതുപോലെ ഭഗവാനും തുടക്കമില്ല. ഇത് വൈദിക സാഹിത്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ന ജായതേ മ്രിയതേവ വിപശ്ചിതെന്ന കഠോപനിഷത്ത്. അതുപോലെ നമ്മൾ 2:20 നമ്മൾ പഠിച്ചതാണ്. ന ജായതേ മ്രിയതേവ കഥാചിത് നായം ഭൂത്വ ഭവിതാവാന ഭൂയ അജോയം ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അതായത് ജീവാത്മാവിന് ജനനമില്ല, അത് ശാശ്വതമാണ്, എറ്റേണലാണ്, പുരാതനമാണ്. ഹന്യതേ ഹന്യമാനെ ശരീരെ. ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കുന്നുണ്ടോ? ഇല്ല. അത് കർമ്മഫലം അനുസരിച്ചിട്ട് അടുത്ത ശരീരം തേടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരീരത്തിന്റെ ജ്ഞാതാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. തികച്ച ജ്ഞാനമയനാണ് ജീവാത്മാവെന്ന് പറയുന്നത്. അപ്പൊ ശ്വേതാശ്വതര ഉപനിഷത്തിൽ പറയുന്നുണ്ട്, പ്രധാന ക്ഷേത്രജ്ഞ പതിർ ഗുണേശ. നമ്മുടെ ശരീരത്തിന്റെ പ്രധാന പതി ആരാണ്? പരമാത്മാവാണ്. ആ ഭഗവാനെ പരമാത്മാവായി വൈദിക സാഹിത്യത്തിലും പറയുന്നുണ്ട്. അപ്പൊ പരമാത്മാവെന്ന് പറഞ്ഞാല് ഭഗവാന്റെ അംശം തന്നെയാണ്. നമുക്കറിയാം 3 പുരുഷാവതാരങ്ങളിൽ ഒന്നായ ക്ഷീരോദശായ വിഷ്ണുവാണ് പരമാത്മ രൂപേണ എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളില് വസിക്കുന്നത്. പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനാണ് പരമാത്മാവ്. ഭഗവാനും ത്രിഗുണാതീതനാണ്, അതുപോലെ പരമാത്മാവും ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. കാരണം ഭഗവാന്റെ തന്നെ ഒരു വിസ്തരണമാണ് ക്ഷീരോദശായി വിഷ്ണു. 3 പുരുഷാവതാരങ്ങളിൽ ഒന്ന്. ആ ക്ഷീരോദശായി വിഷ്ണു തന്നെയാണ് പരമാത്മ ചൈതന്യമായിട്ട് ഏവരുടെയും ഹൃദയത്തില് കുടികൊള്ളുന്നത്. ദാസഭൂതോ ഹരേരേവ ജ്ഞാന്യസൈവ കഥാചന എന്ന സ്മൃതികളില് പറയുന്നുണ്ട്. മഹാപ്രഭു നമ്മളെ അതാണ് പഠിപ്പിച്ചത്. ഗോപി ഭക്തൃപദ കമലയോ ദാസദാസ ദാസാനുദാസ. നമ്മളെ ജീവാത്മാക്കള് ഭഗവാന്റെ നിത്യദാസരാണ്. അതാണ് നമ്മളുടെ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോള് ബ്രഹ്മം എന്ന് ഈ ശ്ലോകത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ജീവാത്മാവിനെയാണ്. ജീവാത്മാവിനെ കുറിക്കുമ്പോൾ ബ്രഹ്മപദം അത് ആനന്ദ ബ്രഹ്മമല്ല, പിന്നെയോ വിജ്ഞാന ബ്രഹ്മമാണ്. അതായത് ജീവാത്മാക്കള് ഭഗവാന്റെ നിത്യദാസരാണ്. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഭഗവാന് സേവനം ചെയ്ത് ഭഗവത് ധാമത്തിലെത്തി ഭഗവാന് പ്രത്യക്ഷമായിട്ട് സേവനം ചെയ്ത ആനന്ദം അനുഭവിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് ഇവിടെ വിജ്ഞാന ബ്രഹ്മമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്.
അപ്പൊ ആനന്ദ ബ്രഹ്മം എന്ന് പറയുമ്പോൾ പരബ്രഹ്മമായ ഭഗവാനാണ് ആനന്ദ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പം ജീവാത്മാക്കളും ഭഗവാനും അനാദിയാണ്. സൃഷ്ടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ജീവാത്മാക്കളും ഉണ്ട്, ഭഗവാനും ഉണ്ട്. അതുപോലെ തന്നെ പരമാത്മാവ് ഏവരുടെയും ഹൃദയത്തില് നമ്മളുടെ എല്ലാ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും എല്ലാം സാക്ഷിയായിട്ട് പരമാത്മാവ് നിലകൊള്ളുന്നുണ്ട്. ആ പരമാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം 14-ാമത്തേത്. സർവതഃ പാണിപാദം തത് സർവതോ അക്ഷിശിരോ മുഖം സർവതഃ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. ആ പരമാത്മാവ് എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. കൈകാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും എല്ലായിടത്തും വ്യാപിപ്പിച്ചുകൊണ്ട് പരമാത്മാവിന് എല്ലായിടത്തും ഈ സൃഷ്ടിയിലെ ഉടനീളം എന്തു നടന്നാലും അതെല്ലാം കാണാനും കേൾക്കാനും പരമാത്മാവിന് സാധിക്കുന്നുണ്ട്. ഭഗവാനെ പോലെ തന്നെ സർവവ്യാപിയാണ് പരമാത്മാവ്. കാരണം എന്താണ്? എല്ലാ ചരാചരങ്ങളുടെ ഉള്ളില് പരമാത്മാവ് വസിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ എല്ലാ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും സാക്ഷിയാണ് പരമാത്മാവ്. ഇവിടെ ശ്രീല പ്രഭുപാദരെ സൂര്യനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഭഗവത്ഗീതയിൽ ഉടനീളം നമുക്ക് ഈ ഉദാഹരണം കാണാൻ സാധിക്കും. മിക്ക ശ്ലോകങ്ങളിലും പ്രഭുപാദരെ സൂര്യനോട് ഭഗവാനെയും കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് പരമാത്മാവ് എങ്ങനെയാണ് നിലകൊള്ളുന്നത്? എണ്ണമറ്റ രശ്മികൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ പോലെയാണ് പരമാത്മാവ് അഥവാ പരമദിവ്യാത്മ പുരുഷൻ സർവവ്യാപിയായിട്ട് നിലകൊള്ളുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ ജീവജാലങ്ങളെയും ഒരേ സമയം ഉൾക്കൊള്ളുന്നുണ്ട് ആ പരമാത്മാവ്. അതായത് ബ്രഹ്മാവ് മുതൽ അണു വരെ ഉള്ളതിലെല്ലാം പരമാത്മ ചൈതന്യം ഉണ്ട്. അതുകൊണ്ട് എല്ലാ വ്യക്തിഗത ജീവാത്മാക്കളിലും ഭഗവാനില് വാഴുന്നുണ്ട്. അതുകൊണ്ടാണ് എണ്ണമറ്റ കൈകളും കാലുകളും നേത്രങ്ങളും അസംഖ്യം ജീവികളും പരമാത്മാവിന്റെ ശരീരത്തില് നിലകൊള്ളുന്നു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പരമാത്മാവ് സർവവ്യാപിയാണ്. നമുക്ക് 2 കൈ 2 കാല് 2 കണ്ണ് ഇല്ല, 2 ചെവി ഇതേ ഉള്ളൂ നമുക്ക്. പക്ഷെ പരമാത്മാവിന് അതല്ല. ഈ സൃഷ്ടിയിലുടനീളം എന്തു സംഭവിച്ചാലും പരമാത്മാവിന് ഭഗവാനെ പോലെ തന്നെ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. തന്റെ കൈകാലുകൾ എങ്ങും വ്യാപിച്ചിട്ടുണ്ടെന്നും അജ്ഞാനം കൊണ്ടാണ് തനിക്കത് അറിയാത്തതെന്നും യഥാർത്ഥ ജ്ഞാനം ഉദിച്ചാൽ അത് ബോധ്യപ്പെടുമെന്നുമാണ് ജീവൻ ഓർക്കുന്നെങ്കിൽ ആ ധാരണ മഹാബദ്ധമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് 2 കൈയും 2 കാലുമേ ഉള്ളുവെങ്കിലും നമ്മളുടെ കൈകാലുകൾ എല്ലായിടവും വ്യാപിച്ചിട്ടുണ്ട്. നമ്മളുടെ അജ്ഞത കൊണ്ടാണ് നമുക്കിതൊന്നും ഈ ഭൗതിക ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഭഗവാനെ പോലെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിഡ്ഢിത്തമാണെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പരിമിതികളുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങള് പരിമിതി ഉള്ളതാണ്. നമുക്കൊരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനോ കാണാനോ കേൾക്കാനോ നമുക്ക് സാധിക്കില്ല. വ്യക്തിഗത ആത്മാവ് ഭൗതിക പ്രകൃതിയുടെ പരിമിതികളാൽ ബദ്ധനായാൽ പരമോത്കൃഷ്ടനല്ല. ഭഗവാൻ ഈ ജീവനിൽ നിന്ന് വ്യത്യസ്തനാണ്. ഭഗവാന് തന്റെ കൈ സീമാതീതമായി നീട്ടാൻ സാധിക്കും. ഗോലോകധാമത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന ഭോഗ സ്വീകരിക്കാൻ ഭഗവാന് സാധിക്കുന്നുണ്ട്, ഇല്ലേ? എന്തുകൊണ്ടാണത്? നമ്മളുടെ ഭക്തി കൊണ്ടാണത്. ഭക്തിയാമാം അഭിജാനാതി. ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ. യശോദാമ്മ ഭഗവാനെ കിട്ടിയിട്ടത് എന്തുകൊണ്ടാണ്? ഭക്തി കൊണ്ടാണ്. അതുപോലെ നമുക്കും ഭഗവാനെ നമ്മളുടെ ഹൃദയത്തിൽ കെട്ടിയിടാൻ ഭക്തി കൊണ്ട് സാധിക്കും. ആ ഭക്തി കൊണ്ടാണ് ഭഗവാൻ നമ്മളുടെ ആ ഉപഹാരങ്ങൾ സ്വീകരിക്കാനായിട്ട് ഭഗവാൻ വരുന്നത്. ഭഗവാൻ ഗോലോകത്തിലിരുന്ന് തന്റെ കൈ നീട്ടി നമ്മൾ കൊടുക്കുന്ന ഉപഹാരങ്ങള് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വ്യക്തിഗത ആത്മാക്കൾക്ക് നമ്മളുടെ കൈ ഒരു പരിധി വരെ നമുക്ക് നീട്ടാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മളുടെ കൈ എത്തുമോ? ഇല്ല. നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, പരിമിതിയുണ്ട്. കാരണം എന്താണ്? ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ നമ്മളുടേതുപോലല്ല. നമ്മളുടേത് കൽമഷങ്ങളാണ്, വിഷയാസക്തരാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം. ഇന്ദ്രിയങ്ങൾ അതിൽ മുഴുകിയിരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ്, വിഷയാസക്തനല്ല. അതിന് അപ്പുറമാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. ത്രിഗുണങ്ങൾക്കും അതീതനാണ് ഭഗവാൻ. ഭൗതികമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഇല്ല.
അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, തനിക്ക് ആരെങ്കിലും ഒരു പൂവോ ഫലമോ കുറച്ച് വെള്ളമോ തന്നാൽ താൻ അത് സ്വീകരിക്കുന്നു. നമ്മൾ 9-ാം അധ്യായത്തില് നമ്മൾ കണ്ടതാണ്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയശ്ചതി. ഭക്തിപൂർവ്വം നമ്മൾ എന്തു കൊടുത്താലും ഭഗവാൻ അത് സ്വീകരിക്കും. എങ്ങനെയാണത് സ്വീകരിക്കാൻ സാധിക്കുന്നത്? ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, അംഗാനിയസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദ ചിന്മയ സതുജ്ജല വിഗ്രഹസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭഗവാന്റെ എല്ലാ അവയവങ്ങൾ കൊണ്ടും എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ഭഗവാന് സാധിക്കും. ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് നമ്മളുടെ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിച്ചറിയാൻ ഭഗവാന് സാധിക്കുന്നുണ്ട്. ഭഗവാൻ അതിദൂരസ്ഥനാണെങ്കിൽ ഇതെങ്ങനെ സാധ്യമാവും? ഇതുകൊണ്ടാണ് ഭഗവാന്റെ അവയവങ്ങൾ, അതായത് അംഗാനീയസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി, ഭഗവാന്റെ എല്ലാ അവയവങ്ങൾ കൊണ്ടും എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗോലോകധാമത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാന് നമ്മളുടെ ഉപഹാരങ്ങൾ സ്വീകരിക്കാൻ ഭഗവാന് സാധിക്കുന്നത്. അതാണ് ആ പരമപുരുഷന്റെ സർവശക്തിത്വം എന്ന് പറയുന്നത്. ഗോലോകയേവ നിവസത്യ അഖിലാത്മഭൂത എന്നാണല്ലോ ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. ഭഗവാൻ തന്റെ ഇരുന്നു കൊണ്ട് ആ തന്റെ ദിവ്യഗ്രഹത്തെ വിഹരിച്ചുകൊണ്ട് തന്നെ സർവവ്യാപിയാണ്. ആ ഗോലോകധാമത്തിൽ ഇരുന്നു കൊണ്ട് ഈ സൃഷ്ടിയിൽ ഉടനീളം സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നാളെ സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഭൂതം ഭാവി വർത്തമാനം, ഇതെല്ലാം മനസ്സിലാക്കാൻ ഭഗവാന് സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ സർവ്വവ്യാപിത്വം നമുക്കുണ്ടോ? ജീവാത്മാക്കൾക്കുണ്ടോ? ഇല്ല. നമുക്ക് ഇന്നലെ നടന്ന കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓർമ്മിക്കേണ്ടി വരും എന്താണ് എന്നുള്ളത്. പക്ഷെ ഭഗവാന് സൃഷ്ടിക്ക് മുൻപുള്ള കാര്യങ്ങളും സൃഷ്ടി നടക്കുമ്പോഴും സൃഷ്ടിക്ക് ശേഷവും സംഹാരത്തിന് ശേഷവും നടക്കാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം ഭഗവാന് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ശ്ലോകത്തില് വ്യക്തിഗത ജീവാത്മാവിനെ അല്ല, പരമാത്മാവിനെ കുറിച്ചിട്ടാണ്, പരമാത്മാവായ ഭഗവാനെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയത്. പരമാത്മാവിന്റെ പ്രത്യേകതകളാണ് നമ്മളുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നതും നമ്മളുടെ പ്രവൃത്തികളും എല്ലാം. അതുപോലെ ഓരോ ചരാചരങ്ങളും ഓരോ ജീവാത്മാക്കളുടെ ഉള്ളിലുണ്ട് ഈ പരമാത്മ ചൈതന്യം. ആ ഓരോ ബദ്ധാത്മാക്കൾ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടോ, എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതിനെല്ലാം സാക്ഷിയായിട്ടാണ് നിലകൊള്ളുന്നത്. അതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് ഭാഗികമായിട്ട് അനുവാദം തരുന്നതും ആരാണ്? ഈ പരമാത്മാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള പരമാത്മാവും ഭഗവാനെ പോലെ സർവവ്യാപിയാണ്. കൈകാലുകളെല്ലാം അനന്തമാണ്. ഈ സൃഷ്ടിയിൽ എവിടെയും എവിടേക്കും എന്ത് സംഭവിച്ചാലും അതെല്ലാം അവിടെയെല്ലാം എത്തിച്ചേരാനും അതെല്ലാം മനസ്സിലാക്കാനും പരമാത്മാവിന് സാധിക്കുന്നുണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ഛൈവ നിർഗുണം ഗുണഭോക്തൃച. സർവേന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമാണ് പരമാത്മാവ്. എന്നിരുന്നാലും അവിടുത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല. സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നെങ്കിലും അനാസക്തനാണ്. ത്രിഗുണാതീതനും അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനുമാണ് പരമാത്മാവ്. ഇവിടെ നമ്മളെ ഗീതയിലുടനീളം അദ്ദേഹം എന്ന് ഭഗവാനെയും പരമാത്മാവിനെയൊക്കെ സംബോധന ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഈ അദ്ദേഹം എന്നുള്ള വാക്ക് ഭഗവാനെ പരമാത്മാവിനെ സംബോധന ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല. ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ പരമസത്യം ഈശ്വരൻ, അങ്ങ്, അവിടുന്ന് എന്നൊക്കെ നമ്മൾ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. അതുപോലെ പരമാത്മാവിനെയും നമ്മൾ അങ്ങ്, അവിടുന്ന് എന്നൊക്കെ സന്ദർഭോചിതമായിട്ട് ഉപയോഗിക്കാം. അദ്ദേഹം എന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണ്. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമാണ് ആര്? പരമാത്മാവെന്ന് പറയുന്നത്. ആ പരമാത്മാവിന് ഇന്ദ്രിയങ്ങളില്ല. ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിലും അത് അതീന്ദ്രിയമാണ്. നമ്മളിതുപോലെ ഭൗതികമല്ല എന്നാണ് ഇതിന് അർത്ഥം. എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നതും പരമാത്മാവാണെങ്കിലും അതിനോട് ഒട്ടിച്ചേരുന്നില്ല. അനാസക്തനാണ്. ആസക്തിയില്ല പരമാത്മാവിനെ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ത്രിഗുണാതീതനാണ്. നമ്മൾ ബദ്ധാത്മാക്കളെ ത്രിഗുണങ്ങളിൽ പെട്ട് കഴിയുകയാണ്. പക്ഷെ പരമാത്മാവും ഭഗവാനെ പോലെ തന്നെ ത്രിഗുണാതീതനാണ്. കാരണം എന്താ? ഭഗവാന്റെ അംശം തന്നെയാണ് പരമാത്മാവെന്ന് പറയുന്നത്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനാണ് പരമാത്മാവ്. ജീവസത്തകളുടെ സർവേന്ദ്രിയങ്ങളുടെയും ഉത്ഭവസ്ഥാനമാണെങ്കിലും
ജീവാത്മാക്കൾക്കുള്ളതുപോലെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളല്ല പരമപുരുഷനായ ഭഗവാനുള്ളത്. വ്യക്തിഗത ആത്മാക്കൾക്കും ആത്മീയ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളും ആത്മീയമാണ്. പക്ഷെ നമ്മള് കണ്ടീഷൻഡ് സോളാണ്, ബദ്ധാത്മാക്കളാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്തിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഭൗതിക ഘടകങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഭൗതികമായത്. പക്ഷെ പരമാത്മാവിന്റെ ഇന്ദ്രിയങ്ങള് ഭൗതികതയാൽ മൂടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവ നിർഗുണങ്ങളാണ് എന്ന് പറയും. അതായത് നിർഗുണം എന്ന് വെച്ചാല് ഗുണമില്ലാത്തതെന്നല്ല, ഭൗതിക ഗുണങ്ങൾ ഇല്ലാത്തതാണ് എന്നാണ് അർത്ഥം. ആ പരമാത്മാവിന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഭൗതികതയുടെ ആവരണങ്ങളില്ല. അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പോലെയല്ല പരമാത്മാവിന്റെ ഇന്ദ്രിയങ്ങള്. ഭൗതികത മാലിന്യം അല്പം പോലും തൊട്ട് തീണ്ടാത്തതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപാണിപാദോ ജവനോ ഗ്രഹീത എന്ന് തുടങ്ങുന്ന സൂക്തത്തില് ഇതിനെക്കുറിച്ച് ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. ഭഗവാന്റെ കൈകള് ഭൗതികത മാലിന്യം സ്പർശിക്കാത്തവയാണ്. പക്ഷെ ഭക്തിപൂർവം അർപ്പിക്കുന്നത് എന്തും ഭഗവാൻ സ്വീകരിക്കാന് വരുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ഭഗവാന് കൈകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അതീന്ദ്രിയമായിട്ടുള്ള കൈകളാണ് ഭഗവാന്റേത്. ഇതാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്കും കണ്ണുകളുണ്ട്, പരമാത്മാവിനും കണ്ണുകളുണ്ട്. നമ്മളുടെ കണ്ണുകൾ ഭൗതികമാണ്, പരമാത്മാവിന്റെ കണ്ണുകൾ അതീന്ദ്രിയമാണ്. അപ്പൊ അതുകൊണ്ടാണ് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അതായത് കഴിഞ്ഞതും ഇപ്പോൾ നടക്കുന്നതും നാളെ നടക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പരമാത്മാവിന് സാധിക്കുന്നതും അതെല്ലാം മുൻകൂട്ടി അറിയാൻ കഴിയുന്നതും. ആ പരമാത്മാവ് ജീവികളുടെ ഹൃദയങ്ങളിൽ കുടികൊണ്ടിട്ട് അവർ മുമ്പ് ചെയ്തതും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതുമായ സകലതിനെയും അറിയുന്നു. നമുക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ ഇതിനു മുൻപ് കഴിഞ്ഞ ജന്മം ആരായിരുന്നു എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല, ഇല്ലേ? നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അജ്ഞരാണ്. പക്ഷെ ആ പരമാത്മാവിനാണെങ്കിലോ നമ്മളുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ മുൻ പ്രവൃത്തികളും മുൻജന്മത്തിൽ ആരായിരുന്നു എന്നും ഈ ജന്മം ആരാണെന്നും ഈ ജന്മത്തിൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഒക്കെ ആ പരമാത്മ ചൈതന്യത്തിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇത് ഭഗവത്ഗീതയില് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആ പരമാത്മാവിന് എല്ലാം അറിയാം, എന്നാൽ അവിടുത്തെ അറിയുന്നവരായിട്ട് ആരുമില്ല. ഭഗവാനും സർവ്വവ്യാപിയാണ്. ഭഗവാനെ എല്ലാ ജീവാത്മാക്കളെയും അറിയാം, പരമാത്മാവിനും എല്ലാ ജീവാത്മാക്കളെയും അറിയാം. പക്ഷെ ജീവാത്മാവിന് ഭഗവാനെയും പരമാത്മാവിനെയും പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാന് നമ്മുടേതുപോലെ കാലുകൾ ഇല്ലെങ്കിലും ആധ്യാത്മികമായ കാലുകൾ ഉള്ളതിനാൽ അന്തരീക്ഷത്തിലൂടെ നടക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. മഹാപ്രഭു അവ്യക്തിഗതനല്ല, വ്യക്തിയായിരുന്നു. കൈയും കാലുകളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും മഹാപ്രഭു എത്തിച്ചേർന്നിട്ടുണ്ട്, ഇല്ലേ? നമ്മുടെ നാട്ടിലും ശ്രീ ചൈതന്യ മഹാപ്രഭു വന്നിട്ടുണ്ട്. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം, അതുപോലെ തിരുവട്ട രാധികേശ്വര ക്ഷേത്രം, ഇവിടെയെല്ലാം ശ്രീ ചൈതന്യ മഹാപ്രഭു എത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മഹാപ്രഭു കൃഷ്ണബോധം സങ്കീർത്തനം പ്രചരിപ്പിക്കാനായിട്ട് എല്ലായിടത്തും എത്തിച്ചേർന്നു. ഈ പരമപുരുഷന്റെ വിഭിന്നാംശങ്ങളാകയാൽ നമുക്കും കൈയും കാലുകളും ഉണ്ട്. പക്ഷെ അതെല്ലാം ഭൗതികമാണെന്ന് മാത്രം. ഒരു വ്യത്യാസമേ ഉള്ളൂ. അവിടുത്തെ അവയവങ്ങളും ഇന്ദ്രിയങ്ങളും എല്ലാം ഭൗതിക പ്രകൃതിയിലെ മാലിന്യങ്ങൾ ബാധിക്കാത്തവയാണ്. തന്റെ അന്തരംഗ ശക്തിയാൽ സ്വസ്വരൂപത്തിൽ തന്നെയാണ് ഭഗവാൻ പ്രത്യക്ഷീഭവിക്കുന്നതെന്ന് ഭഗവത്ഗീത വീണ്ടും സ്പഷ്ടമാക്കുന്നു. അതായത് 4:6 അജോപി സൻ എന്ന് പറയുന്ന ശ്ലോകം ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ എങ്ങനെയാണ് വരുന്നത്? സംഭവാമി ആത്മമായയ, ആത്മമായയുടെ അതായത് യോഗമായയുടെ അന്തരംഗ ശക്തിയുടെ സഹായത്താലാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത്. ഭഗവാന് ജന്മമില്ല, പിറവിയില്ല. പക്ഷെ എന്നിട്ട് ഭഗവാൻ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ബദ്ധാത്മാക്കളോടുള്ള കരുണ കൊണ്ടാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. ഇത് ഭഗവത്ഗീതയിലും വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ കഴിയും. ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഭഗവാൻ. പക്ഷെ ഓരോ യുഗം തോറും ഭഗവാൻ ഈ ഭൗതിക ലോകത്തില് അവതരിക്കുന്നുണ്ട്. പറയാം, ഈശ്വര സർവഭൂതാന ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അതായത് എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തില് നമ്മുടെ വെൽവിഷറായിട്ട്, സുഹൃത്തായിട്ടാണ് പരമാത്മ ചൈതന്യം കുടികൊള്ളുന്നത്. നമ്മളൊക്കെ
ഭൗതിക ശക്തിക്ക് ഉടമയാകയാൽ അതിന്റെ മാലിന്യം അവിടുത്തെ ബാധിക്കുകയില്ല. പക്ഷെ പരമാത്മാവിനെ ഭൗതികത മാലിന്യങ്ങൾ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഭഗവാന്റെ മൂർത്തിത്വം ആധ്യാത്മികമാണെന്ന് വൈദിക സാഹിത്യത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഭഗവാൻ സച്ചിദാനന്ദ വിഗ്രഹമാണ്. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ആദിപുരുഷനായ ഗോവിന്ദനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. എല്ലാ കാരണങ്ങൾക്കും കാരണമാണ്. അപ്പൊ ഭഗവാന്റേത് സച്ചിദാനന്ദ വിഗ്രഹമാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. അതുപോലെ പരമാത്മാവും സച്ചിദാനന്ദ സ്വരൂപനാണ്, ശാശ്വതമായ സ്വരൂപമാണ് ഭഗവാന്റേത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഷഡൈശ്വര്യങ്ങൾ തികഞ്ഞത്. 6 ഐശ്വര്യങ്ങൾ തികഞ്ഞതാണ് ഭഗവാൻ. ഐശ്വര്യം, വീര്യം, യശസ്, സൗന്ദര്യം, ജ്ഞാനം, സമ്പത്ത് തുടങ്ങിയവയെല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ് ഭഗവാൻ. സർവസമ്പത്തിന്റെയും സകല ശക്തികളുടെയും ഉടമസ്ഥനാണ് ഭഗവാൻ. ബുദ്ധിശക്തിയും ജ്ഞാനവും ഒക്കെ ഭഗവാനിൽ തികഞ്ഞിരിക്കുന്നുണ്ട്. ഇത് ഭഗവാന്റെ ചുരുക്കം ചില ലക്ഷണങ്ങൾ മാത്രമാണ്. എല്ലാ ജീവസത്തകളുടെയും സംരക്ഷകനും സർവ പ്രവർത്തനങ്ങളുടെയും സാക്ഷിയുമാണ് പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ. ഇന്ദ്രിയാതീതനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പരമാത്മാവിന്റെ ശിരസ്സും മുഖവും കൈകാലുകളും നമുക്ക് അദൃശ്യങ്ങളാണ്, നമുക്കത് കാണാൻ സാധിക്കില്ല. പക്ഷെ എന്ന് വെച്ച് ഭഗവാൻ ഇതൊന്നും ഇല്ല എന്നല്ല, അതീന്ദ്രിയമാണ് ഭഗവാന്റെ അവയവങ്ങളെല്ലാം. നമ്മളും ആ തലത്തിലേക്ക് ഉയരുകയാണെങ്കിൽ, ഭക്തി മാർഗത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്ത് നമ്മൾ ആ തലത്തിൽ എത്തിച്ചേരുകയാണെങ്കിൽ നമുക്കതെല്ലാം ദൃശ്യമാകും. നമുക്ക് ഭഗവാനെ നേരിട്ട് കാണാനും നമുക്കിതെല്ലാം മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഭൗതികങ്ങളായതുകൊണ്ടാണ്. ഭൗതികതയാൽ മലിനങ്ങളാകയാലാണ് ഇപ്പോൾ അതിന് സാധിക്കാത്തത്. അതുകൊണ്ടാണ് ഭൗതികത്വം ബാധിച്ച വ്യക്തിശൂന്യവാദികൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. കാരണം അവർക്ക് ഭക്തിയില്ല, അവർക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാത്തത്. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വാത് അവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. പരമതത്വം ചരങ്ങളും അചരങ്ങളുമായ എല്ലാ ജീവികളുടെ ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നു. അതിസൂക്ഷ്മ ഭാവം മൂലം ഭൗതികേന്ദ്രിയങ്ങൾക്ക് പരമാത്മാവിന് സമീപസ്ഥനുമാണ് അവിടുന്ന്. പരംപുരുഷനായ നാരായണൻ ജീവസത്തകളുടെ എല്ലാം ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നുണ്ടെന്ന് വൈദിക സാഹിത്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈശോപനിഷത്തിലൊരു ശ്ലോകമുണ്ട്, തദ്ദൂരെ തദന്തികെ. അതായത് ഭഗവാൻ ദൂരസ്ഥനാണ്, വിദൂരസ്ഥനാണ്, പക്ഷെ സമീപസ്ഥമുണ്ട്. നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ ഉള്ളിലുമുണ്ട്, അതേസമയം പുറത്തുമുണ്ട്. ഭഗവാൻ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോലോകധാമത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളില് പരമാത്മ ചൈതന്യമായിട്ട് ഭഗവാൻ ഒരേ സമയം എല്ലാ ചരാചരങ്ങളുടെ ഉള്ളില് കുടികൊള്ളുന്നുണ്ട്. അതാണ് ഇവിടെ വിദൂരസ്ഥനാണെങ്കിലും സമീപസ്ഥനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ നമുക്കത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഭക്തി വേണം. എങ്ങനെയുള്ള ഭക്തി? 1 pointed attention. ഭഗവാനിൽ മാത്രം ഏകാഗ്ര ബുദ്ധിയോടെ ഭഗവാനെ ആരാധിക്കുകയും ഭഗവാനെ പരിപൂർണമായിട്ട് സമർപ്പിതനാകുകയും ചെയ്താൽ അങ്ങനെയുള്ള ആ പരമാത്മാവിനെ മനസ്സിലാക്കി എടുക്കാന് നമുക്ക് സാധിക്കും. നമുക്കറിയാം, രുക്മിണി മാതയുടെ അടുത്തിരിക്കുമ്പോഴാണ് ദ്രൗപദി വിളിക്കുന്നത്, അല്ലെ? ഉടനെ ദ്രൗപദിയെ സഹായിക്കാൻ എത്തി. അതുപോലെ തന്നെ ഇന്ദ്രദ്യുമ്ന രാജാവിന് ശാപം കിട്ടി, ഇല്ലെ? ആനയായി നിസ്സഹായനായിട്ട് മുതലയുടെ വായില് തന്റെ കാലകപ്പെട്ടപ്പോൾ ആരും സഹായിക്കാനില്ല. നിസ്സഹായനായിട്ട് ഭഗവാനെ അഭയം പ്രാപിച്ചു. ആ സമയം അവിടെ ഓടിയെത്തി ആ ആനയെ രക്ഷിച്ചു ഭഗവാൻ. അപ്പൊ ഭഗവാന് എത്ര ദൂരത്തായിരുന്നാലും തന്റെ ഭക്തനെ രക്ഷിക്കാൻ എവിടെയും ഓടിയെത്തും ഭഗവാൻ. അതുകൊണ്ടാണ് ദൂരസ്ഥനാണെങ്കിൽ ഭഗവാൻ സമീപസ്ഥനാണ് എന്ന് പറയുന്നത്. ആധ്യാത്മിക ലോകങ്ങളിലാണ്, ഗോലോകധാമത്തില് അവിടെ ആനന്ദഭരിതനായിട്ട് ഭഗവാൻ കഴിയുകയാണെങ്കിലും ഈ ഭൗതിക ലോകത്തിലെ ഭഗവാന്റെ സാമീപ്യമുണ്ട്. ദൂരസ്ഥനെങ്കിലും സമീപസ്ഥനാണ്. വൈദിക സാഹിത്യത്തിലെ പ്രസ്താവനകളാണിവ. ആസീനോ ദൂരം വ്രജതി ശയാനോ യാതി സർവതഃ എന്ന കഠോപനിഷത്ത് പറയുന്നു. എപ്പോഴും ആധ്യാത്മിക ആനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ്, തന്റെ ധാമത്തിൽ ഇരുന്നു കൊണ്ട് ആനന്ദം അനുഭവിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്.
അപ്പൊ അങ്ങനെയുള്ള ആ പരമപുരുഷൻ തന്റെ സമ്പൂർണ്ണ ഐശ്വര്യങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? നമ്മളുടെ പരിമിതമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ വെച്ചിട്ട് നമുക്കിതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. ഈ ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട് സാധിക്കുകയില്ല എന്ന് വൈദിക ഗ്രന്ഥങ്ങള് പറയുന്നു. അതിനെന്ത് വേണം? കൃഷ്ണാവബോധ പരിശീലനം വേണം. കൃഷ്ണാവബോധത്തിൽ വന്ന് നമ്മളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ ശുദ്ധമായി കഴിഞ്ഞ് ഭക്തിയുടെ സേവനം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ഭഗവത് ദർശനം സാധ്യമാകും. അപ്പൊ ഭഗവാനെ നമുക്ക് ദർശിക്കണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഒക്കെ ശുദ്ധമാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് ദർശനം സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ സേവനം ചെയ്ത് നമ്മളുടെ ഉള്ളിലെ ആ മാലിന്യങ്ങളെല്ലാം നീങ്ങി കിട്ടുമ്പോൾ നമ്മളുടെ ശുദ്ധമായ ഹൃദയത്തിലെ ഭഗവാൻ വന്നിരിക്കും. അങ്ങനെ നമുക്ക് ഭഗവാനെ ദർശിക്കാനും ഭഗവാനെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അപ്പം പരംപുരുഷനിൽ പ്രേമം വളർന്ന ഭക്തന് ഭഗവാൻ എപ്പോഴും പ്രത്യക്ഷനായിരിക്കും. പ്രേമഭക്തിയുടെ തലത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാല് നമുക്ക് നമ്മളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിനെ ദർശിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അത് ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമേ ഇത് സാധ്യമാവുള്ളൂ എന്ന് ഭഗവത്ഗീത ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതായത് ഭക്തിയാ ധനന്യ ശക്തിയ 11:54 നമ്മൾ കണ്ടതാണ്. അനന്യ ഭക്തി കൊണ്ട് മാത്രമേ, ഏകാഗ്രമായിട്ടുള്ള ഭക്തി, ഭഗവാനിൽ പരിപൂർണമായിട്ട് സംപ്രീതനായെങ്കിൽ മാത്രമേ നമുക്കിത് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് മന്മനാഭ മദ്ഭക്ത മദ്യാജീമം നമസ്കുരു. അതായത് എന്നെ എപ്പോഴും ആരാധിക്കുക, എന്നെ പൂജിക്കുക, എന്നിൽ പരിപൂർണമായിട്ട് സമർപ്പിതനാവുക എന്ന ഭഗവാൻ നമ്മളോട് എപ്പോഴും പറയുന്നു. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. ഓരോ ജീവിയിലും വെവ്വേറെയായിട്ട് കാണപ്പെടുന്നുണ്ട് പരമാത്മാവ്, ഇല്ലേ? ഓരോ ജീവാത്മാക്കളുടെയും ഹൃദയത്തില് പരമാത്മ ചൈതന്യം കുടികൊള്ളുന്നുണ്ട്. പക്ഷെ ആ പരമാത്മാവ് വേറെയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ആ പരമാത്മാവ് ഏകനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരേ പരമാത്മാവ് തന്നെയാണ് എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളില് കുടികൊള്ളുന്നത്. അതേസമയം ജീവാത്മാക്കള് വ്യത്യസ്തമാണ്. അതായത് ആ നമ്മളുടെ കർമ്മഫലം അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ ശരീരം കിട്ടുന്നതും. അപ്പൊ ഓരോ ശരീരത്തിൽ വാഴുന്ന ആത്മാവ് വ്യത്യസ്തമാണ്, പക്ഷെ പരമാത്മാവ് ഒന്ന് തന്നെയാണ്. ഭൂതജാലത്തെ നിലനിർത്തുന്നതോടൊപ്പം സംഹരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ആരാണ്? പരമാത്മാവാണ്. അതായത് ഭഗവാന്റെ വിസ്തരണം തന്നെയാണ് പരമാത്മാവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്നത് പരമാത്മാവാണ് എന്നിവിടെ പറയുന്നത്. അപ്പൊ ആ പരമാത്മാവ് ഒന്നാണ്. എല്ലാ ജീവജാലങ്ങളിലും കാണപ്പെടുന്നത് ഒരേ പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവ് വിഭജിക്കപ്പെട്ടിട്ടല്ല ഓരോ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും ആശ്രയസ്ഥാനം, അഭയസ്ഥാനം ആരാണ്? ആ പരമാത്മാവ് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ പരമാത്മരൂപേണ ഓരോരുത്തരുടെ ഹൃദയത്തിലും വാഴുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്വയം ശിഥിലീകരിച്ചു എന്ന് പറയാനാവുമോ? ഒരിക്കലുമില്ല. എല്ലാവരുടെയും ഹൃദയത്തില് ഒരേ വിഷ്ണു തന്നെയാണ് അന്തര്യാമിയായിട്ട് കുടികൊള്ളുന്നത്. അതായത് ഇവിടെയും സൂര്യന്റെ ഉദാഹരണം പറയുന്നുണ്ട്. ആ പരമാത്മാവ് വാസ്തവത്തിൽ ഏകനാണ്. അതായത് ഉച്ചസമയത്ത് സൂര്യനെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കാണാൻ സാധിക്കും. അപ്പം ഏത് രാജ്യത്തുള്ള വ്യക്തിയോട് ചോദിച്ചാൽ ആ വ്യക്തി പറയും ഉച്ചസമയത്ത് തന്റെ തലയ്ക്ക് മുകളിലാണ് സൂര്യൻ നിലകൊള്ളുന്നത് എന്ന്, ഇല്ലേ? അതുപോലെയാണ് പരമാത്മാവ് എവരുടെയും ഹൃദയത്തില് കുടികൊള്ളുന്നത്. അപ്പൊ സമഗ്രതയോടെ ഇരിക്കെ തന്നെ ശകലിതമായി തോന്നുന്നതിനെ വൈദിക സാഹിത്യം ഉദാഹരണമായിട്ട് എടുത്തു കാണുന്നുണ്ട്. സൂര്യൻ ഓരോ സ്ഥലത്തും അനേകം പേർക്ക് ഒരേ സമയം പ്രത്യക്ഷീഭവിക്കുന്നത് പോലെ ഭഗവാൻ, അതായത് വിഷ്ണു, തന്റെ വൈഭവത്താല് പലയിടത്തും അസംഖ്യം പേർക്ക് പ്രത്യക്ഷനാകുന്നുണ്ട്. എല്ലാ ചരാചരങ്ങളുടെ ഉള്ളില് ഒരേ സമയം നിലനിർത്താന് ആ വിഷ്ണുവിന് കഴിയുന്നുണ്ട്, ആ പരമാത്മ ചൈതന്യത്തിന് കഴിയുന്നുണ്ട്. എന്നാൽ സംഹാര സമയത്ത് എല്ലാത്തിനെയും സംഹരിക്കുന്നതും ആരാണ്? ആ പരമാത്മാവ് തന്നെയാണ്. നമ്മളെ വിശ്വരൂപത്തിൽ കണ്ടതാണ്, ഇല്ലേ? ആ അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഭഗവാൻ പറയുന്നുണ്ട് അത് ആ വിശ്വരൂപത്തിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കുരുക്ഷേത്രത്തിൽ ഒത്തുകൂടിയ എല്ലാ യോദ്ധാക്കളെയും ഭഗവാൻ, ചിലരെയൊക്കെ ഭഗവാൻ അപ്പാടെ വിഴുങ്ങുന്നു,
ചിലരെയൊക്കെ തന്റെ ദംഷ്ട്രകൾക്കിടയിൽപ്പെട്ട് ചവച്ച് അരച്ചിട്ടാണ് ഇല്ലേ രക്തവും മാംസവും ഒക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് പുറത്തേക്ക്. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അഹം കാലോസ്മി ലോകക്ഷേത്ര, ഈ സംഹാരം നടത്തുന്ന കാലനാണ് ഞാനെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കാലസ്വരൂപിയായി സംഹാരക്രിയ നടത്തുമെന്നും കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ സംഹാരകൻ എന്ന നിലയ്ക്ക് എല്ലാ ഭൂതങ്ങളെയും നശിപ്പിക്കുന്നത്, സൃഷ്ടിയെ ഒന്നാകെ നശിപ്പിക്കുന്നത് ആരാണ്? ഈ പരമാത്മാവ് തന്നെയാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും അവസാനം അതിനെയെല്ലാം സംഹരിക്കുകയും ചെയ്യുന്നതും ഈ പരമാത്മാവ് തന്നെയാണ്. അപ്പൊ എല്ലാ ജീവാത്മാക്കളുടെയും ഉത്ഭവസ്ഥാനം, എല്ലാ ജീവാത്മാക്കളും വിശ്രമിക്കുന്നതും ആരിലാണ്? ഈ പരമാത്മാവിലാണ്. ആ സൃഷ്ടിക്ക് ശേഷം എല്ലാ ജീവാത്മാക്കളും അഭയം തേടുന്നത് ആരിലാണ്? ഈ പരമാത്മാവിലാണ്. പ്രളയത്തിന് ശേഷവും അവിടുന്ന് പരമാത്മാവില് വിശ്രമം കൊള്ളുന്നു. വേദസൂക്തങ്ങൾ ഇപ്രകാരം ഇവയെ സ്ഥാപിക്കുന്നു. യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി പ്രയന്തി അഭിസംവിശന്തി തദ് ബ്രഹ്മ തദ്വി ജിജ്ഞാസസ്വ എന്ന് തൈത്തരീയോപനിഷത്ത് പറയുന്നുണ്ട്. അതായത് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളില് സൂക്ഷ്മ രൂപിണിയായിട്ട് വാഴുന്നുണ്ട്. അതായത് എല്ലാ സൃഷ്ടിക്ക് മുൻപ് ഭഗവാൻ ആ പരമാത്മ ചൈതന്യം ഉണ്ടായിരുന്നു, സൃഷ്ടിക്ക് ശേഷവും ഉണ്ടായിരുന്നു, സംഹാരത്തിന് ശേഷവും അത് നിലനിൽക്കുകയും ചെയ്യും. ജ്യോതിഷാമപി തജ്ജ്യോതിസ്തമസഃ പരമുച്യത്തെ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. ഇവിടെയും പരമാത്മാവിനെ കുറിച്ച്, പരമാത്മാവായ ഭഗവാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം. എന്താണ് ജ്ഞാനം? നമ്മൾ എന്താണ് അറിയേണ്ടത്? അറിവിന്റെ ലക്ഷ്യം എന്താണ്? അതാണ് പരമാത്മാവ് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള പരമാത്മാവ് ഹൃദി സർവസ്യ വിഷ്ടിതം, എല്ലാവരുടെയും ഹൃദയത്തില് കുടികൊള്ളുന്നു. അപ്പം എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തില് കുടികൊള്ളുന്നുണ്ട്. എങ്ങനെ? ജ്ഞാനമായിട്ട്, അറിയേണ്ടതായിട്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പരമാത്മാവിനെയാണ് നമ്മൾ ജ്ഞാനത്താൽ പ്രാപിക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ അന്ധകാരത്തിനും, അജ്ഞതയ്ക്ക്, ഇവിടെ അന്ധകാരം എന്ന് പറയുന്നത് അജ്ഞത, അജ്ഞതകൾക്ക് അതീതനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. എല്ലാ പ്രകാശകിരണങ്ങളുടെയും ഉത്ഭവസ്ഥാനമാണ് പരമാത്മാവ്. അപ്പം ഈ ഭൗതിക ജഗത്തില് പ്രകാശമാനമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം ഉറവിടമാരാണ്? ആ പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവ് തന്നെയാണ് അജ്ഞതയുടെയും എല്ലാ തമസിന്റെയും, ഇരുട്ടിന്റെയും അജ്ഞതയുടെയും ഉപരിയാണ്, മുകളിലാണ് പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നത്. ആ പരമാത്മാവാണ് സർവ ജ്യോതിസുകളുടെയും സ്രോതസ്. എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടം ആ പരമാത്മാവാണ്. പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ച് നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും, അതായത് അജ്ഞത എന്ന് പറയുന്നതും ആ പരമാത്മാവ് തന്നെയാണ്. അജ്ഞതയ്ക്ക് ഉപരിയായിട്ടുള്ളതും പരമാത്മാവാണ്. അറിവും അറിയേണ്ടുന്നതും അറിവിന്റെ ലക്ഷ്യവും സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആ പരമപുരുഷനാണ്, പരമാത്മാവാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആ പരമാത്മാവായ ഭഗവാനാണ് സൂര്യചന്ദ്രൻ നക്ഷത്രാദി സകല ജ്യോതിസുകളുടെയും പ്രകാശത്തിന് അടിസ്ഥാനം. ഭഗവത് ജ്യോതിസ് ഉള്ളത് കൊണ്ട് ആധ്യാത്മിക സാമ്രാജ്യത്തിൽ സൂര്യചന്ദ്രാദികളുടെ ആവശ്യമില്ലെന്ന് വേദസാഹിത്യങ്ങളിൽ കാണാം. 15-ാം അധ്യായത്തിൽ ഒരു ശ്ലോകമുണ്ട്. ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യദ്ഗത്വാ ന നിവർത്തന്റെ തദ്ധാമ പരമം മമ. അതായത് ഗോലോകധാമത്തിൽ ഇവിടെ സൂര്യന്റെയോ ചന്ദ്രന്റെയോ നക്ഷത്രങ്ങളുടെയോ പ്രകാശത്തിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ധാമമാണ് എന്റെ ധാമം. എവിടെ ചെന്നാലാണോ ഒരു തിരിച്ചറിവ് വേണ്ടാത്തത് ജീവാത്മാക്കൾക്ക്, അങ്ങനെയുള്ള ധാമത്തിലാണ് ഞാൻ വസിക്കുന്നത് എന്ന് ഭഗവാൻ 15-ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട്. ഭൗതിക പ്രപഞ്ചത്തില് ഉടനീളം ഭഗവാന്റെ ആത്മീയ തേജസ്, അതായത് ബ്രഹ്മജ്യോതി ഈ ഭൗതിക ജഗത്തിലുടനീളം വ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല? ആ ആത്മീയ തേജസ്സിനെ മായ മൂടി വെച്ചിരിക്കുകയാണ്. അതാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ആത്മീയ ആകാശത്തിന്റെ ഒരു ഭാഗം മായ ആവരണം ചെയ്തു വെച്ചിരിക്കുകയാണ്. അതാണ് മഹത്തത്വം. അതുകൊണ്ടാണ് നമുക്ക് ആത്മീയ തേജസ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും മറ്റ് ഇലക്ട്രിസിറ്റി ഇതിനെയൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്.
ആധ്യാത്മിക ലോകത്തിന് മായ ആവരണം ചെയ്യാൻ സാധിക്കില്ല. മായയ്ക്ക് അവിടേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് അവിടെ ഒന്നിന്റെ സഹായം വേണ്ട, അവിടെ വെളിച്ചത്തിന്, പ്രകാശത്തിന്. ആ ഭഗവാന്റെ ആ തേജസ് മാത്രം മതി അവിടെ എല്ലാം കാണാനും എല്ലാം മനസ്സിലാക്കാനും. അവിടെ എല്ലാം പ്രകാശമാനമാകുന്നത് ഭഗവാന്റെ ആ ദിവ്യ തേജസ് കൊണ്ടാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ സ്ഥിതി ഈ ഭൗതിക ലോകത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിദൂരെയുള്ള പരവ്യോമത്തിലാണ് ഭഗവാന്റെ ധാമം. ഏറ്റവും ഉപരിയാണ്, അഗ്നിയാകാശത്തിൽ ഏറ്റവും ഉപരിയാണ് ഗോലോകധാമം എന്ന് പറയുന്നത്. ആദിത്യവർണം തമസ പരസ്താദ് എന്നിങ്ങനെ ശ്വേതശതര ഉപനിഷത്ത് വർണ്ണിക്കുന്നു. അപ്പൊ സൂര്യൻ, ചന്ദ്രൻ ഇവയ്ക്കൊക്കെ പ്രകാശം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവര് ഭഗവാനെ പിന്തുടരുന്നത് കൊണ്ടാണ് ഭഗവാന്റെ ആ തേജസ് ഇവർക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദിത്യനെ പോലെ ശാശ്വതമായിട്ടുള്ള തേജസ്സാണ് ആർക്കുള്ളത്? ഭഗവാനുള്ളത്. ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ തമസിൽ നിന്ന്, ഇരുട്ടിൽ നിന്നും വളരെ ദൂരെയായിട്ടാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. തന്റെ ജ്ഞാനവും ഇന്ദ്രിയാതീതമാണ്. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. ആത്മീയ ജ്ഞാനത്തിന്റെ ആ സാരസത്യാണ് അതിന്റെ ബ്രഹ്മമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആധ്യാത്മിക ലോകങ്ങളിൽ എത്താൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ താല്പര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആ പരമാത്മാവ് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരും. നമ്മൾ ആ നിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് മാലിന്യങ്ങളെല്ലാം നീങ്ങണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഉള്ളിൽ ഇരുന്ന് തരുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക്, മോക്ഷം ഉദ്ദേശിക്കുന്ന ഉപരിലോകങ്ങളിൽ പോയി സുഖിക്കാൻ ആഗ്രഹിക്കുന്നവർക്കല്ല, ഭഗവാന്റെ ധാമത്തിൽ ഭഗവത് സാക്ഷാത്കാരം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ സഹായവും ഭഗവാൻ പരമാത്മാ ചൈതന്യത്തിൽ കൂടി, പരമാത്മാവിൽ കൂടി നമുക്ക് ചെയ്തു തരും എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമുക്ക് അതിനുള്ള താല്പര്യം വേണം. അതിൽ താല്പര്യമില്ലാത്തവരെ ഭഗവാൻ സഹായിക്കില്ല, പരമാത്മാവ് സഹായിക്കില്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഭഗവാനിൽ ഭക്തിയും ഉറച്ച വിശ്വാസവും ഉള്ളവർക്ക് ആ ഭഗവത് സാക്ഷാത്കാരം നേടാൻ വേണ്ടുന്ന ജ്ഞാനം ഭഗവാനും പരമാത്മാവും നമുക്ക് തരും. അല്ലാത്തവർക്ക് ആ ജ്ഞാനം വെളിവാക്കപ്പെടില്ല, അവർക്ക് കിട്ടില്ല ജ്ഞാനം. അപ്പം അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടത്? ഭഗവാനിൽ സ്വയം സമർപ്പിതരാകണം. നമ്മൾ ഭഗവാനിൽ പൂർണ്ണമായിട്ടും ശരണാഗതി അടയണം. എങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മെ സഹായിക്കുള്ളൂ. ഭൗതിക ജ്ഞാനത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അതും വൈദിക സാഹിത്യം പറയുന്നുണ്ട്. തമേവ വിദിത്വാദി മൃത്യുമേതി. ഭഗവാനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജനന മരണമാകുന്ന ചക്രത്തിന് അപ്പുറം കടക്കാൻ, ഈ ഭവസാഗരത്തിന് അപ്പുറം കടക്കണമെങ്കിൽ ഭഗവാനെ നമ്മൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭവസാഗരത്തിന് അപ്പുറം കടക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും ഹൃദയത്തില് പരമനിയന്താവായിട്ട് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. സുഹൃതം സർവഭൂതാന ജ്ഞാത്വാമാം ശാന്തിമിഷ്ടതി. എല്ലാവരുടെയും വെൽവിഷറായിട്ട്, സുഹൃത്തായിട്ട്, പരമാത്മ ചൈതന്യമായിട്ട് ഭഗവാൻ നമ്മളുടെ ഹൃദയത്തില് കുടികൊള്ളുന്നുണ്ട്. പക്ഷെ വ്യക്തിഗത ജീവാത്മാവെ ഇവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ക്ഷേത്രജ്ഞർ എന്ന് പറഞ്ഞാല് ജീവാത്മാവുമുണ്ട് പരമാത്മാവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ശരീരത്തിലാണ് നമ്മുടെ കൈയും കാലുകളും ഒക്കെ, ഇല്ലേ? അതിന് പരിമിതിയുണ്ട്. ഭഗവാനാണെങ്കിലോ ഭഗവാന്റെ കൈകാലുകളും ഈ സൃഷ്ടിയിൽ ഉടനീളം വ്യാപിച്ചിരിക്കുകയാണ്. സർവസ്യ പ്രഭും ഈശാനം സർവസ്യ ശരണം ബൃഹത് എന്ന് ശ്വേതശതരോപനിഷത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പരമപുരുഷനായ ഭഗവാൻ, ആ പരമാത്മാവ് പ്രഭുവാണ്. നമ്മള് വെറും അണു മാത്രമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഉടമസ്ഥനാണ് പരമാത്മാവ്. എല്ലാവരുടെയും അഭയസ്ഥാനമാണ് ആ പരമാത്മാവ്. അങ്ങനെ പരമാത്മാവും ജീവാത്മാവും വ്യത്യസ്തങ്ങളാണ്. ഇപ്പൊ നമ്മള് 2-3 ശ്ലോകങ്ങളിൽ കൂടി മനസ്സിലാക്കി പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം. ഒരിക്കലും പരമാത്മാവും ജീവാത്മാവും ഒന്നല്ല, രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർച്ചന. അപ്പൊ ഭഗവാന്റെ ദിവ്യമായ ജന്മത്തെയും ഭഗവാന്റെ ദിവ്യമായ കർമ്മത്തെയും കുറിച്ച് മനസ്സിലാക്കുക എന്ന് വെച്ചാല്
ഭഗവാനെ മാത്രം മനസ്സിലാക്കുകയല്ല, ഭഗവാന്റെ വിസ്തരണങ്ങളെ കുറിച്ചിട്ടെല്ലാം മനസ്സിലാക്കണം. പരമാത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കി എടുക്കാന് സാധിക്കുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല എന്ന് ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇത് ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ മദ്ഭക്ത ഏതദ് ജ്ഞായ മദ്ഭാവായോപപദ്യത്തെ. അപ്പം കർമ്മക്ഷേത്രം എന്ന് പറയുന്നത് ശരീരമാണ്. പിന്നെ ജ്ഞാനം, ജ്ഞേയം എന്നിവയെ കുറിച്ചെല്ലാം ഈ 13 മുതലുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു. ശരീരത്തെ കുറിച്ച് അതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കി ഇല്ലേ? 6-7 ശ്ലോകങ്ങളിൽ കൂടിയൊക്കെ അതിനെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇവിടെ എടുത്തു പറയുന്നുണ്ട്, എന്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രാപിക്കാൻ കഴിയും. അപ്പം ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം? ഭക്തി വേണം. ഭക്തി ഉള്ളവർക്ക് മാത്രമേ ഭഗവാൻ സ്വയം വെളിവാക്കപ്പെടുകയുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ശരീരം, ജ്ഞാനം, ജ്ഞേയം ഇതിനെ കുറിച്ചെല്ലാം ഭഗവാൻ ചുരുക്കി നമ്മളോട് പറഞ്ഞു തന്നു. അപ്പം ഇത് 3 അറിയുന്നതാണ്, ഇതിനെ 3 പറ്റി മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് അറിയുന്നവൻ അറിയേണ്ടത്, പിന്നെ എങ്ങനെ അറിയാം, അറിവിന്റെ ആ പ്രോസസ്, ഇതെല്ലാമാണ് 3 ഘടകങ്ങളുടെ സങ്കലനം. അതായത് ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം എന്ന് പറയുന്നത്. ഇത് 3 ചേരുമ്പോഴാണ് വിജ്ഞാനം ആകുന്നത്. വിജ്ഞാനം എന്ന് പറയുമ്പോൾ ഭഗവാനെ സംബന്ധിച്ച് അതാണ് വിജ്ഞാനം. അപ്പൊ പരിപൂർണമായിട്ടുള്ള വിജ്ഞാനം, ആ ഭഗവത് ജ്ഞാനം കിട്ടുന്നത് ആർക്കാണ്? ഭഗവാന്റെ ഭക്തർക്ക് മാത്രമാണ്. അതായത് ഭക്തിയുടെ സേവനത്തിൽ കൂടി മാത്രമേ ഇത് മനസ്സിലാക്കാന് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് ഇതിന് സാധിക്കില്ല. ഈ 3 ഘടകങ്ങളും അദ്വൈതികൾ പറയുന്നത് എന്താണ്? മരണശേഷം എല്ലാം ഒന്നാകും എന്ന്. പക്ഷെ അതൊരിക്കലും നടക്കില്ല എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് നമുക്ക് വിശ്വസിക്കാന് സാധിക്കും. അതായത് ഭക്തന്മാരൊരിക്കലും ഇത് അംഗീകരിക്കില്ല. അതായത് ഞാനും നാരായണൻ, നീയും നാരായണൻ, അതൊരിക്കലും ആവില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ജ്ഞാനവും ജ്ഞാന സമ്പാദനവും എങ്ങനെ വേണം? കൃഷ്ണാവബോധത്തിൽ കൂടി വന്ന ഭക്തിയുടെ സേവനത്തിൽ കൂടി മാത്രമേ ഇത് നേടാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇപ്പോൾ നമ്മളെ നയിക്കുന്നത് എന്താണ്? ഭൗതികമായിട്ടുള്ള അവബോധമാണ്. ആ ഭൗതികമായിട്ടുള്ള അവബോധത്തിന് അപ്പുറം കടക്കണം നമ്മൾ. അതെങ്ങനെ കടക്കാൻ സാധിക്കും? ഭക്തിയുടെ സേവനത്തിൽ കൂടി. നമ്മൾ സേവനം ചെയ്ത് അതിൽ മുന്നേറും തോറും നമ്മളുടെ ഭൗതികമായിട്ടുള്ള അവബോധം നഷ്ടപ്പെട്ട് അത് ആധ്യാത്മിക അല്ലെങ്കിൽ കൃഷ്ണ അവബോധമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ബുദ്ധിയെ കേന്ദ്രീകരിക്കുകയും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യം വരുമ്പോഴേ നമുക്ക് ഭഗവത് ജ്ഞാനം നമ്മളില് വരികയുള്ളൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവത് സേവനത്തെ കുറിച്ചുള്ള തികഞ്ഞ അറിവിന്റെ ആ ഫസ്റ്റ് സ്റ്റേജ്, പ്രഥമ ഘട്ടം മാത്രമാണ് എന്ത്? ജ്ഞാനം. ഈ ജ്ഞാനത്തെ കുറിച്ച് നമുക്ക് 15ാം അധ്യായത്തില് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കമാണ് ഇനി പറയുന്നത്. മഹാഭൂതാനി എന്ന് തുടങ്ങി ചേതനാധൃതി വരെയുള്ള 6-7 ശ്ലോകങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഭൗതികമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ചും പ്രകടമായിട്ടുള്ള ചില ജീവൻ ലക്ഷണങ്ങളെ കുറിച്ചും വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതിനെന്ത് വേണം? നമ്മളെ ശരീരമല്ല ആത്മാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ തലത്തിൽ നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പം ഇതെല്ലാം ചേരുമ്പോഴാണ് എന്താകുന്നത്? കർമ്മക്ഷേത്രം അല്ലെങ്കിൽ ശരീരമാകുന്നത്. അതുപോലെ തന്നെ അമാനിത്വം, അദമ്യത്വം, അഹിംസ, ക്ഷാന്തിരാർച്ചവം, അതായത് 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങള് ജീവാത്മാവിനെയും പരമാത്മാവിനെയും മനസ്സിലാക്കാനുള്ള പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ അനാദിമത്പരം എന്ന് തുടങ്ങി ഹൃദയ സർവസ്യ വിഷ്ഠിതം വരെയുള്ള, അതായത് 13 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങള് പരമാത്മാവിനെയും ജീവാത്മാവിനെയും കുറിച്ചിട്ടാണ് പ്രസ്താവിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തെ അറിയുന്ന പ്രോസസ്, പ്രക്രിയ, ജീവാത്മാ പരമാത്മാക്കൾ, ഇതിനെ കുറിച്ചെല്ലാം ഭഗവാൻ നമ്മളോട് ചുരുക്കി വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ വളരെ ചുരുക്കി ഭഗവാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ 3 വിഷയങ്ങളെ കുറിച്ചും പറഞ്ഞെങ്കിലും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
നമ്മളുടെ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് ഭൗതികതയിൽ മുഴുകി കഴിയുന്ന നമ്മെ പോലുള്ള ബദ്ധാത്മാക്കൾക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബുദ്ധി കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞത്. നമ്മളുടെ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ പരിപൂർണമായിട്ട് സമർപ്പിതമായെങ്കിൽ മാത്രമേ നമുക്കിതേ കുറിച്ചെല്ലാം മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീത ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. നമ്മൾ ആരോടെങ്കിലും ഗീത വാങ്ങിക്കൂ എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് എന്താ? ഭഗവത്ഗീത ഒന്ന് വായിക്കാൻ ഞങ്ങൾക്ക് സമയമായില്ല. എപ്പോഴാണ് സമയമാവുക? നമുക്ക് എന്താ പറയുന്നത്? എല്ലാം കഴിഞ്ഞിട്ട് വയസ്സാകുമ്പോൾ കുത്തിയിരുന്ന് ഭഗവത്ഗീത വായിക്കാം. അന്ന് ഭഗവത്ഗീത വായിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. ഉണ്ടായെങ്കിലും ഇത് വായിച്ചാൽ തലയിൽ കയറുമോ? ഇല്ല. ആദ്യത്തെ ശ്ലോകം വായിക്കുമ്പോഴേ അത് മടക്കി ഒരു മൂലയ്ക്ക് വെക്കും. കാരണം എന്താ? അത് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി ഇല്ല. അതൊക്കെ നശിച്ചു കഴിയുന്നു. അതുകൊണ്ടാണ് ആധ്യാത്മികമായിട്ടുള്ള അറിവ് കുട്ടിക്കാലം മുതലേ കൊടുക്കണം എന്ന് പറയുന്നത്. കുട്ടിക്കാലം മുതൽക്കേ നമുക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് വളരെ വേഗം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഭഗവത്ഗീതയുടെ പൊരുൾ ഉൾക്കൊള്ളാനും അതിൽ നിന്ന് വേണ്ടുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനും ആർക്കേ സാധിക്കുകയുള്ളൂ? ശുദ്ധ ഭക്തർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അവര് ഭൗതികമായിട്ടുള്ള തലത്തിലല്ല, ആത്മീയ തലത്തിലാണ് ഭക്തര് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കിത് വേഗം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. പ്രകൃതി പുരുഷൻ ശൈവ വിദ്യനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. അപ്പം നമ്മൾ മനസ്സിലാക്കി ഭൗതിക പ്രകൃതിയും ജീവാത്മാക്കളും അനാദിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവയെല്ലാം ഭൗതിക പ്രകൃതിയിൽ നിന്ന് വന്നതാണ്. ഭൗതിക പ്രകൃതിയുടെ വിഭിന്ന രൂപങ്ങളാണ്, ത്രിഗുണങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ശരീരം, അതായത് ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവും, ഇതേക്കുറിച്ചെല്ലാം നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ ശരീരം, കർമ്മക്ഷേത്രം എന്താൽ നിർമ്മിതമാണ്? ഭൗതികമായിട്ടുള്ള ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ആ ശരീരത്തിൽ കുടികൊണ്ടാണ് ജീവാത്മാവ് ആ ശാരീരിക പ്രവർത്തനങ്ങളെ അനുഭവിക്കുന്നത്. അതായത് അതുപോലെ തന്നെ പരമാത്മാവും, ആ ജീവാത്മാവും പരമാത്മാവും ക്ഷേത്രജ്ഞരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇവ രണ്ടും, ജീവാത്മാക്കളാണെങ്കിലും പരമാത്മാവാണെങ്കിലും ഭഗവാന്റെ അംശം തന്നെയാണ്. നമ്മളും എറ്റേണലാണ്. ജീവാത്മാക്കളും ഉത്കൃഷ്ട ശക്തിയായിട്ടാണ് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്, ഇല്ലേ? നമ്മൾ മോശക്കാരല്ല. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ മോശക്കാരായി? നമ്മൾ ഈ ഭൗതികതയിൽ പെട്ടുപോയത് കൊണ്ടാണ്. നമ്മളുടെ ബുദ്ധി ഭൗതികമായിട്ടുള്ള ബുദ്ധിയായി. കാരണം നമ്മളെ നിയന്ത്രിക്കുന്നത് മായയാണ്. അതുകൊണ്ടാണ് നമ്മള് അധമശക്തികളായി പോയത്. നമ്മള് ശ്രേഷ്ഠരായിട്ടുള്ള ശക്തിയായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ജീവാത്മാവ് ഭഗവാന്റെ ശക്തി വിഭാഗത്തിൽ, ഭഗവാന്റെ തടസ്ഥ ശക്തിയാണ് ജീവാത്മാവ്. പരമാത്മാവ് ഭഗവാന്റെ സ്വയം വിസ്തരണമാണ്. അതായത് മുമ്പ് പറഞ്ഞ പോലെ ക്ഷീരോദശായി വിഷ്ണുവിന്റെ അംശം തന്നെയാണ് പരമാത്മാവായിട്ട് നമ്മളുടെ ഉള്ളില് കുടികൊള്ളുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭൗതിക പ്രകൃതിക്കും ജീവാത്മാവിനും ശാശ്വതത്വമുണ്ട്. മായ, ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് മായയാണ്. മായയെയും ആരാ സൃഷ്ടിച്ചത്? ഭഗവാൻ തന്നെയാണ്, ഇല്ലേ? അപ്പം സൃഷ്ടിക്ക് മുൻപും ആരുണ്ടായിരുന്നു? മായയും ഉണ്ടായിരുന്നു, ജീവാത്മാക്കളും ഉണ്ടായിരുന്നു. ഭഗവാന്റെ ശക്തിയിൽ നിന്നാണ് ഭൗതിക പ്രകൃതി ആവിർഭവിച്ചത്. ജീവാത്മാക്കളും അങ്ങനെ തന്നെ. പക്ഷെ ജീവാത്മാക്കൾ ശ്രേഷ്ഠമായിട്ടുള്ള ശക്തികളാണ്. വിശ്വസൃഷ്ടിക്ക് മുൻപ് ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഭൗതിക പ്രകൃതി പരംപുരുഷനിൽ മഹാവിഷ്ണുവിൽ ലയിച്ചു കിടന്നു. സമയം വന്നപ്പോൾ മഹത്വത്വത്തിലൂടെ അത് വെളിപ്പെട്ടു. അതാണ് ദൈവീഹേഷ ഗുണമയി മമമായ ദുരത്തേയ, ഇല്ലേ? അതുപോലെ മയാധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം. ഭഗവാൻ പറയുന്നുണ്ട്, എൻ്റെ തന്നെ ശക്തിയാണ് മായ, പക്ഷെ എന്നിൽ സമർപ്പിതരായവരെ മായ സ്പർശിക്കുകയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ നോട്ടം കൊണ്ടാണ് ഈ സൃഷ്ടി, മായയെ ഉത്തേജിപ്പിച്ച്, ഭൗതിക പ്രകൃതിയെ ഉത്തേജിപ്പിച്ചിട്ടാണ് സൃഷ്ടി നടന്നത്. ഇപ്പം ജീവാത്മാക്കളും ഭഗവാനിൽ തന്നെ സൃഷ്ടി നടക്കുന്നത് വരെയും ജീവാത്മാക്കൾ ആരില്ലായിരുന്നു? ഭഗവാനിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പം ജീവസത്തകൾ ബദ്ധാത്മാക്കളായതുകൊണ്ട് ചെയ്യാൻ താല്പര്യമില്ലാതെ മായയിൽ മോഹിതരായിട്ട് ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വന്നു. അതുകൊണ്ട് പരമവ്യോമത്തിലേക്ക്, ഭഗവാനെ സേവനം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഭഗവത് ധാമത്തിലേക്ക് പ്രവേശനം കിട്ടില്ല, പരമവ്യോമത്തിലേക്ക് പ്രവേശനം കിട്ടില്ല.
ഭൗതിക പ്രകൃതിയുടെ മായയുടെ ആവിർഭാവം അവർക്ക് ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ആധ്യാത്മിക ലോകത്തിലേക്കുള്ള പ്രവേശത്തിന് കളമൊരുക്കാൻ അവസരം നൽകി. ഇതാണ് ഭൗതിക സൃഷ്ടിയുടെ രഹസ്യം. അതായത് നമ്മൾ ഭഗവാനെ വിട്ട് ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നു. മായയുടെ ആ രൂപത്തിൽ ആകർഷിതരായിട്ട് ഇവിടെയാണ് നമുക്ക് ആനന്ദം കിട്ടുന്നത് എന്ന് കരുതി നമ്മളെ ജീവാത്മാക്കൾ ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി, നമുക്ക് വഴിതെറ്റിപ്പോയി. നമുക്ക് ഇവിടെയല്ല ശാശ്വതമായിട്ടുള്ള ആനന്ദം കിട്ടുന്നത് ഭഗവാന്റെ അടുത്ത് നിന്നുമാണ്. അത് മനസ്സിലാക്കിയവര് ഭഗവത് ധാമത്തിലേക്ക് തിരികെ പോകാനുള്ള ആ ഒരുക്കത്തിലാണ്. അല്ലാത്തവരോ ഈ ഭൗതികതയിൽ കുടുങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പൊ മായയെ സൃഷ്ടിച്ചത് ഒരു തരത്തിൽ നമുക്ക് ഉപകാരമാണ്. കാരണം എന്താണ്? നമ്മളുടെ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തി ഭഗവാന്റെ സമീപത്തേക്ക് എത്തിച്ചേരാൻ ജീവാത്മാക്കള്, താല്പര്യമുള്ള ജീവാത്മാക്കൾ അതിനായിട്ട് പരിശ്രമിക്കും. അങ്ങനെ അവര് വിജയം കൈവരിക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ് ഈ വരികളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ഭഗവാന്റെ നിത്യദാസരാണ്, അല്ലെ? ജീവരൂപേരാഹോയി കൃഷ്ണേര നിത്യദാസ. അതാണ് നമ്മളുടെ നിത്യസ്വരൂപം എന്ന് പറയുന്നത്. ഭഗവാന്റെ അംശമാണ്. മമൈവാംശ ജീവലോകെ ജീവഭൂത സനാതന. നമ്മളെല്ലാം തന്നെ ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണ്. പക്ഷെ നമ്മള് നിഷേധികളായി പോയി. അതുകൊണ്ടാണ്, നിഷേധാത്മക സ്വഭാവം ഉള്ളത് കൊണ്ടാണ് നമ്മള് ഭഗവാനെ വിട്ട് നമ്മൾ മായയിലേക്ക് വന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് അതിനെതിരെ ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്, ഇല്ലേ? ആ പ്രവണത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതികതയില് നമ്മള് മായയ്ക്ക് അടിമകളായത്, നമ്മളിവിടെ കുടുങ്ങിപ്പോയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതേപറ്റി ചിന്തിക്കേണ്ട എന്നാണ് ഇവിടെ പ്രഭാതര് പറയുന്നത്. നമ്മളെ ഉത്കൃഷ്ട ശക്തികളാണ്, പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് നമ്മള് ചിന്തിക്കേണ്ടത് ആർക്കേ അറിയുകയുള്ളൂ? ഭഗവാന് മാത്രമേ അക്കാര്യം അറിയുകയുള്ളൂ. നമ്മൾ പറയും നമ്മളുടെ പ്രാരബ്ധം കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ കാരണം ആർക്കേ അറിയുള്ളൂ? ഭഗവാന് മാത്രമേ അറിയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഭൗതിക പ്രകൃതിയുടെ ആകർഷണ വലയത്തിൽ ഉൾപ്പെട്ടവർക്ക് കനത്ത ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന ഭഗവത് വചനം ധർമ്മഗ്രന്ഥങ്ങളില് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഈ നിഷേധാത്മകമായിട്ടുള്ള സ്വഭാവം കൊണ്ടാണ്. നമ്മൾ ഭഗവാന്റെ അംശമായിട്ടും ഭഗവാനെ വിട്ട് ഭൗതികത ആസ്വദിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നമുക്കിവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വന്നത്. ഭൗതിക പ്രകൃതിയുടെ എല്ലാ രൂപാന്തരങ്ങളും സ്വാധീനതകളും ത്രിഗുണങ്ങളും ഭൗതിക പ്രകൃതിയുടെ തന്നെ സൃഷ്ടികളാണ് എന്ന് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഏതാനും ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അപ്പം ജീവസത്തകളുടെ വൈവിധ്യ രൂപാന്തരങ്ങളും ഒക്കെ എന്തിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ? ശരീര സംബന്ധമായിട്ടുള്ള രൂപാന്തരങ്ങളെ വരുന്നുള്ളൂ. ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. ചേതനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവസത്തകളും ഒന്ന് തന്നെ. പരമാത്മാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവാത്മാക്കളും ഒന്ന് തന്നെയാണ്. എല്ലാം ഭഗവാന്റെ അംശങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടം വരെ കൊണ്ടു നിർത്താം, ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഈ ഭവസാഗരം കടന്ന് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഉദ്ദേശം എന്താണ്? ഭവസാഗരം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകം. ഈ ഭൗതിക ലോകത്തെ ഒരു സാഗരമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ദുഃഖ സമുദ്രം ആണിത്. ഇവിടെ ദുഃഖമല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. നമുക്ക് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ദുഃഖമാണ് കൂടുതൽ. ഒരു നിമിഷം നമ്മൾ സന്തോഷിച്ചാല് അടുത്ത നിമിഷം നമുക്ക് അതിന്റെ ഇരട്ടിയായിട്ടാവും ദുഃഖങ്ങൾ വരിക. അതുകൊണ്ടാണ് ശ്രീല പ്രഭാതര് പറയുന്നത് ദുഃഖാലയം അശാശ്വതമെന്ന് ഈ ഭൗതിക ലോകം. അതുകൊണ്ടാണ് ഇതിനെ ഒരു സാഗരമായിട്ട് കണക്കാക്കുന്നത്. സമുദ്രം അപകടം പിടിച്ചതാണ്, അതുപോലെ ഈ ഭൗതിക ലോകവും അപകടം പിടിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനപ്പുറം കടക്കണമെന്ന് പറയുന്നത്. അതിനപ്പുറം കടക്കണമെങ്കിൽ ഭഗവാനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ആധ്യാത്മിക ഗുരു വേണം താനും. ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവിന്റെ സഹായത്തോടെ നമുക്ക് ഈ ഭൗതിക ലോകം ഭവസാഗരം കടക്കാന് നമുക്ക് സാധിക്കും. അതാണ് ഭവസാഗരം ഉദ്ദേശിക്കുന്നത്, ഭൗതിക ലോകമാണ്. ഹരേ കൃഷ്ണ. വേറെ ഏതെങ്കിലും സംശയമുണ്ടോ? എല്ലാരും വരിക. മാതാജിയോട് അതിനു പുറം
3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാം ഹരേ രാം 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 ഹരേ